ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ നന്ദി. പ്രിയപ്പെട്ടവരെ, വളരെ സന്തോഷത്തോടെ ഈ ഒരു സമയം നിങ്ങളെ കാണുകയും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുവാണ്. ദൈവത്തിൻ്റെ ശക്തി അറിയാൻ ദൈവം ഒരുക്കിയ സമയമാണിത്. ദൈവത്തിൻ്റെ ശക്തി അറിയാൻ ഞാൻ എന്നോട് തന്നെ ചോദിച്ചു, ദൈവം ചെയ്ത അത്ഭുതങ്ങൾ ഞാൻ എന്തിനാണ് പ്രസംഗിക്കുന്നത്? ദൈവം ചെയ്ത അത്ഭുതങ്ങൾ നമ്മൾ എന്തിനാണ് വീട്ടും വായിക്കുന്നത്? ഇതുപോലെയുള്ള അത്ഭുതങ്ങൾ ഇന്നും പ്രാർത്ഥനയിൽ നടക്കുമെന്ന് പറയാനാണ്. ആമേൻ. ഇന്നും അതുപോലെയുള്ള അത്ഭുതങ്ങൾ ആവർത്തിക്കപ്പെടും. ഹല്ലേലൂയ. 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 നിങ്ങൾ ഇന്ന് പ്രത്യേകമായൊരു ദിവസമാണ്. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു പേപ്പറിൽ അവരുടെ പേരെഴുതി ഈ അൾത്താരയിൽ വച്ചിരിക്കുവാണ്. ഇവിടെ ഇരിക്കുമത് മാർച്ച് മാസം വരെ ആ പേരുകളും ആ നിയോഗവും ഇവിടെ വച്ച് പ്രാർത്ഥിക്കും. എൻ്റെ ഒരു വിശ്വാസമാണ്, നമ്മൾ അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ നല്ല കാര്യങ്ങൾ തലമുറയിൽ സംഭവിക്കും. നല്ല കാര്യങ്ങൾ. നമ്മൾ വിചാരിക്കും ഈ കുഞ്ഞ് രക്ഷപ്പെടുവോ, എന്താവും ഈ കൊച്ചിൻ്റെ ഭാവി, അതെല്ലാം ദൈവം അനുഗ്രഹമാക്കി മാറ്റും. എല്ലാ ദിവസവും വചനം പറയുന്നൊരു സ്ഥലമാണിത്. ഈ അൾത്താരയും ഈ ഫ്രെയിമും എല്ലാം ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ ആളുകൾ കണ്ടിട്ടുണ്ട്. അതേ സ്ഥലത്താണ്, അതേ പ്രാർത്ഥനയുള്ള സ്ഥലത്താണ് ഈ കുഞ്ഞുങ്ങളുടെ പേരും പ്രാർത്ഥനയിൽ വച്ചിരിക്കുന്നത്. അവർക്ക് പരീക്ഷയ്ക്ക് ഒരു നല്ല മാർക്ക് കിട്ടണമെന്ന് മാത്രമല്ല, മക്കളെക്കുറിച്ചുള്ള വേദന ഒരുപാട് പേരുടെ ഭയങ്കര ദുഃഖമാണ്. പിന്നെ ഒത്തിരി യുവതി യുവാക്കളുണ്ട്, വിവിധ രാജ്യങ്ങളിൽ പോകാൻ ആഗ്രഹിക്കുന്നവർ, വിവിധ സ്വപ്നങ്ങളുമായി പ്രാർത്ഥിച്ചവർ. അവർക്കൊക്കെ ഈ പ്രാർത്ഥന ഒരു വഴിത്തിരിവായി മാറണം, ഒരനുഗ്രഹമായിട്ട് മാറണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിങ്ങളും ആ കൂട്ടത്തിൽ ഞങ്ങളോടൊപ്പം പ്രാർത്ഥിക്കണം. കർത്താവേ, ഞങ്ങളുടെ മകളുടെ പേര് അനുഗ്രഹയിൽ വച്ചിട്ടുണ്ട്. ദൈവമേ, ആ കുഞ്ഞുങ്ങൾക്ക് നല്ലൊരു ഭാവി, അനുഗ്രഹമുള്ളൊരു ഭാവി കൊടുത്ത് അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമുക്ക് ഈ ലോകത്തിൽ, ഞാൻ ഇന്നലെ ഇവിടെ വന്നവരോട് പറഞ്ഞു, പൂച്ചയ്ക്ക് മീനിനെ ഇഷ്ടമാണ്, ആണോ? പക്ഷെ കടിച്ചു കീറി തിന്നാനുള്ള ഇഷ്ടമാണ്, നല്ല ഇഷ്ടമല്ല. പൂച്ചയ്ക്ക് മീനിനെ വളർത്താനുള്ള ഇഷ്ടമല്ല, പിന്നെയോ അതിനെ കടിച്ചു മുറിച്ച് തിന്നാനുള്ള ഇഷ്ടമാണ്. സിംഹത്തിന്, പുലിക്ക് ഒക്കെ, മാനിനെയൊക്കെ ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ പുലിയെ വളർത്താൻ, ജീവിക്കാൻ സമ്മതിക്കുകയില്ല. ആ ഇഷ്ടം ഓടിച്ചിട്ട് പിടിക്കുക, വലിച്ചു കീറുക, തിന്നുക, ഉപദ്രവിക്കുക, നശിപ്പിക്കുക, കൊല്ലുക, ഇതാണ് ഇഷ്ടം. മനുഷ്യരോടുള്ള ബന്ധത്തിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളും ചിലപ്പോൾ നിങ്ങൾ കേൾക്കും ചില ഇഷ്ടങ്ങളെക്കുറിച്ച്. അവർക്കതറിയത്തില്ല. വർഷങ്ങൾ കഴിയുമ്പോഴാണ് അറിയുന്നത്, നല്ല ഉദ്ദേശത്തോടെയൊന്നും അല്ലല്ലോ ഇഷ്ടപ്പെട്ടത്, ദുഷ്ട ഉദ്ദേശമായിരുന്നല്ലോ, കടിച്ചു കീറി തിന്നാനുള്ള ഇഷ്ടമായിരുന്നല്ലോ, നശിപ്പിക്കാനുള്ള ഇഷ്ടമായിരുന്നല്ലോ. ഈ മനുഷ്യൻ എൻ്റെ ഭാവി കൊണ്ടുപോയി കളഞ്ഞല്ലോ, എനിക്ക് ലോകത്തിലെവിടെയും നടക്കത്തില്ലാത്ത വിധത്തിലാക്കിയല്ലോ, എൻ്റെ പേരും എൻ്റെ ഫോട്ടോയും എല്ലാം നാട്ടിൽ മുഴുവൻ പരത്തിയല്ലോ ഈ മനുഷ്യൻ. ഭയങ്കര ഇഷ്ടമായിരുന്നു. പല ഇഷ്ടങ്ങളും നമുക്കുള്ളതല്ല. ചില ഇഷ്ടങ്ങൾ നമ്മളെ തകർക്കുന്ന ഇഷ്ടങ്ങളാണ്. അത് തിരിച്ചറിയുമ്പോൾ കുറേ കാലമെടുക്കും. അപ്പോഴത്തേക്ക് നല്ല സമയവും നല്ല ഭാവിയൊക്കെ നഷ്ടപ്പെട്ടു പോകും. ആരും തെറ്റായിട്ട് ഇതിനെ എടുക്കല്ലേ. പൂച്ചയ്ക്ക് മീനിനെ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ വളർത്താനുള്ള ഇഷ്ടമൊന്നുമല്ല, അതിനെ കടിച്ചു മുറിച്ച് തിന്നാനുള്ള ഇഷ്ടമാണ്. ദൈവത്തിന് നിന്നെ ഇഷ്ടമാണ്, ദൈവത്തിന് നിന്നെ ഇഷ്ടമാണ്. അത് നിന്നെ കടിച്ചു മുറിച്ച് തിന്നാനുള്ള ഇഷ്ടമല്ല, നശിപ്പിക്കുന്ന ഇഷ്ടമല്ല. നിന്റെ ജീവിതത്തെ പടുത്തുയർത്താൻ കഴിയുന്ന കരുണയുടെ ഇഷ്ടമാണ്, ദൈവസ്നേഹത്തിൻ്റെ ഇഷ്ടമാണ്. തകർന്നു പോയവനെ ഉയർത്തുന്ന ദൈവത്തിൻ്റെ ഇഷ്ടമാണ്. പലതരത്തിലുള്ള ഇഷ്ടങ്ങളുണ്ട്. എല്ലാ വാക്കും ഇഷ്ടം എന്ന് തന്നെയാണ്.
പക്ഷെ ചില ഇഷ്ടങ്ങൾ നമ്മളെ നശിപ്പിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിങ്ങളും പ്രാർത്ഥിക്കുമ്പോൾ നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാൻ പ്രാർത്ഥിക്കണം. നല്ല കാര്യങ്ങൾ. ആമേൻ. എനിക്ക് നല്ല ഉറപ്പാണ്. നല്ല ഉറപ്പെന്ന് പറഞ്ഞാൽ 100% ഉറപ്പുണ്ട്. നമ്മളൊരു നിയോഗത്തോടെ പ്രാർത്ഥിക്കുന്ന ഒരു കുഞ്ഞും നഷ്ടപ്പെട്ടു പോവില്ലെന്ന്. ഒരു കുഞ്ഞും നഷ്ടപ്പെട്ടു പോകത്തില്ല. ഒരിക്കലും അവരെക്കുറിച്ചൊരു വേണ്ടാത്ത വാർത്ത കേൾക്കാൻ ഇടയാകരുത്. ആരും നമ്മളോട് പറയരുത്, നിന്റെ മകനെ ഇതാ പോലീസ് പിടിച്ചിട്ടുണ്ട്, സ്റ്റേഷനിലുണ്ട്, വേഗം ഞാൻ ഇറക്കിക്കൊണ്ടുപോവാ, ആരെങ്കിലും ജാമ്യക്കാരനെ കൊണ്ടുപോയി ഇറക്കിക്കൊണ്ടുപോവാ, എന്തോ ഒരു കഷ്ടമായത്. ആരും കേൾക്കാനിടയാകരുത് അങ്ങനത്തെ വാർത്തകൾ. ഒരു പ്രശ്നത്തിൽപ്പെട്ടു, ഒരു പ്രതിസന്ധി ഉണ്ടായി എന്ന് കേൾക്കാൻ ഇടയാകരുത്. ആമേൻ. നിങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടു, ഇവിടെ പ്രാർത്ഥിച്ച ഒരു കുഞ്ഞു പോലും നഷ്ടപ്പെട്ടു എന്ന് കേൾക്കാൻ ഇടയാകരുത്. അതൊരു നിയോഗത്തിൽ ചെയ്ത് പ്രാർത്ഥിക്കുവാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങളും ആ കാര്യത്തിന് വേണ്ടി എല്ലാം പ്രാർത്ഥിക്കണം. നിങ്ങളിപ്പോൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഈ സ്ഥലം, ഈ അനുഗ്രഹ എന്ന സ്ഥലം, ഇതിൻ്റെ ഏറ്റവും തുടക്കത്തിൽ 6 പേര് ഒരുമിച്ചിരുന്ന സ്ഥലമാണ്. 6 പേര് എന്നവിടെ ആ 6 പേരിൽ ഒരാളെ ഇവിടെ ഉള്ളൂ. ഞാനും കൂടെ കൂട്ടി 2 പേര്. 6 പേര് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ച സ്ഥലത്താണ് ഇന്ന് ആയിരക്കണക്കിന് ആളുകൾ ദൈവത്തെ ആരാധിക്കുന്നത്. ആമേൻ. 6 പേര്. അപ്പോൾ ഒരുപാട് പേര് ഒത്തിരി അഭിപ്രായം പറഞ്ഞു. എൻ്റെ 28-ാമത്തെ വയസ്സ്, എൻ്റെ 29-ാമത്തെ വയസ്സ്, എൻ്റെ 30-ാമത്തെ വയസ്സ്, 31, 32, 33 പ്രതിസന്ധികളുടെ, ഒറ്റപ്പെടലിൻ്റെ, കളിയാക്കലിൻ്റെ, പലരും വിമർശിച്ചതിൻ്റെ. ഒരാൾ പറഞ്ഞു, പ്രാർത്ഥനയൊക്കെ കൊള്ളാം, ഒച്ചയൊന്നും വേണ്ട, ബഹളമൊന്നും വേണ്ട, ആവേശമൊന്നും വേണ്ട. അങ്ങനെയാ എല്ലാവരും പറഞ്ഞത്. അവര് പോലും ചിലരെ ഈ ആലയത്തിൽ പറഞ്ഞു വിട്ടിട്ടുണ്ട്, ഞങ്ങൾക്ക് വേണ്ടി ഇന്ന കാര്യത്തിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാവോ എന്ന് ചോദിച്ച്. 6 പേര് ഒരുമിച്ച് പ്രാർത്ഥിച്ച ഈ സ്ഥലത്ത് മന്ത്രിമാർ പ്രാർത്ഥിക്കാൻ വന്നിട്ടുണ്ട്. ഇലക്ഷൻ വർക്കിന് വന്നതല്ല. സമൂഹത്തിൻ്റെ ഉന്നത സ്ഥാനങ്ങളിലുള്ളവർ, ജഡ്ജിമാർ, RTOമാർ, വലിയ ഉയർന്ന സ്ഥാനത്തിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർ, മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ, നഴ്സുമാർ, വലിയ കമ്പനികൾ നടത്തുന്നവർ, വിദേശ രാജ്യങ്ങളിൽ നിന്ന് 6 പേര് ആ വർഷങ്ങൾക്ക് മുമ്പ് ഒരുമിച്ച് പ്രാർത്ഥിച്ച സ്ഥലത്ത് ഈ കൂട്ടത്തിൽപ്പെട്ട ആളുകൾ പ്രാർത്ഥിക്കാൻ വന്നിട്ടുണ്ട്. ഈ സ്ഥലത്ത്, ഈ ആലയത്തിൽ എനിക്കൊരു കാര്യം മനസ്സിലായിട്ടുണ്ട്. അറിവ് പ്രസംഗിക്കുമ്പോഴല്ല അത്ഭുതം നടക്കുന്നത്, പ്രസംഗത്തിൽ പ്രാസം ചേരുമ്പോഴല്ല അത്ഭുതം നടക്കുന്നത്. ദൈവത്തിൻ്റെ വചനത്തെ ആത്മാവിലെടുത്ത് വിശ്വാസത്തോടെ പറയാൻ തുടങ്ങുന്നിടത്ത് അത്ഭുതങ്ങളും അടയാളങ്ങളും ആവർത്തിക്കാൻ തുടങ്ങും. അത്ഭുതങ്ങളും അടയാളങ്ങളും അവിടെ ദൈവം ചെയ്ത വലിയ കാര്യങ്ങൾ ആവർത്തിക്കാൻ തുടങ്ങും. ഹല്ലേലൂയ. ആരൊക്കെയോ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടാ നമ്മളൊക്കെ ഒരു പരിധി വരെ രക്ഷപ്പെട്ടു വന്നത്. അല്ല, നമ്മളും തകർന്നു പോയേനെ. പ്രാർത്ഥിച്ച സ്ഥലം പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ ഒരു നിയോഗത്തോടെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാണ് ഈ ദിവസം മുതൽ, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി. അനുഗ്രഹങ്ങൾ ഉണ്ടാകാതിരിക്കത്തില്ല. കാരണം ഈ സ്ഥലത്ത് എനിക്കൊത്തിരി സാക്ഷ്യങ്ങളുണ്ട്. ഞാൻ ഇന്നലെ പറഞ്ഞു വർഷങ്ങൾ, അതായത് പ്രാർത്ഥന തുടങ്ങിയ കുറച്ചു നാളുകൾക്ക് ശേഷമുള്ള ഒരു സ്ത്രീ, ആ സ്ത്രീ ഇവിടെ വന്നത് അവർക്കൊരു സ്വർണ്ണമാല പോലും ഇല്ലാത്ത ആളാണ്. കല്യാണങ്ങൾക്കോ മാമോദീസ അങ്ങനെ ആഘോഷങ്ങൾക്ക് പോകുമ്പം തൊട്ടടുത്ത വീട്ടിൽ ചെന്ന് ആ ചേച്ചിയോട് ചോദിക്കും, ചേച്ചി എനിക്കൊരു മാല തരാവോ, ഇന്ന പോലെ ഒരു കല്യാണത്തിന് പോകാനാണ്, ഞാൻ വരുന്ന പാടെ തന്നേക്കാം. അതിനാ ഈ ചേച്ചിക്ക് ഗ്യാരണ്ടി മാല ഇട്ട് പോയാൽ പോരെ, സ്വർണം തന്നെ വേണം എന്നാ നിർബന്ധം?
ഈ സഹോദരിക്ക് ഒരു സ്വർണ്ണമാലയില്ല, മാത്രമല്ല ഈ ഗ്യാരണ്ടി മാല ഇട്ടാൽ അലർജി പോലെ കഴുത്തേലുണ്ടാവും, ചൊറിഞ്ഞു പൊട്ടും അലർജി. എന്നാലും അതൊക്കെ ഇട്ടാ പോണത്. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ചിലപ്പോൾ അടുത്ത വീട്ടിൽ വന്ന് ചോദിക്കും, ചിലപ്പോൾ അവർ കൊടുക്കും. ഒരു പ്രാവശ്യം ആ സ്ത്രീ പറഞ്ഞു, ചേച്ചി മാല തരാൻ വകുപ്പില്ല, അതിൻ്റെ കണ്ണി ഇച്ചിരി അകന്നായിരിക്കുന്നേ എന്ന് പറഞ്ഞു. അപ്പോൾ മനസ്സിലായി ആ മാലയുടെ കണ്ണി അകന്നിട്ടൊന്നുമല്ല, തരാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ടാന്ന്. സ്വന്തമായൊരു നല്ല സാരിയോ ഒന്നുമില്ല. ആ സ്ത്രീ തന്നെ പണ്ട് ഒരു സ്ഥലത്ത് പോയപ്പോൾ ആ സ്ത്രീയോട് വേറൊരാൾ ചോദിക്കുക, എന്താ ചേച്ചി കൈക്കലത്തുണി പോലത്തെ ഒരു സാരി ഉടുത്ത് നടക്കുന്നത്, നല്ലത് എന്തേലുമൊക്കെ, ഇത് കൈക്കലത്തുണി പോലെ ഇരിക്കുന്നത് കൊള്ളത്തില്ല. അതാണ് അവരെ സംബന്ധിച്ച് ഏറ്റവും നല്ലതാണ്. ഈ ആലയത്തിൽ പ്രാർത്ഥിച്ചവരാണ് ഒന്നുമില്ലാത്ത കാലത്ത്, വീടെന്ന് പറയാൻ പോലും സാഹചര്യമില്ലാത്ത സമയത്ത്. അന്ന് ഈ നിയോഗ പ്രാർത്ഥനയും ഡെയിലി ബ്ലെസ്സിംഗ് ഒന്നും ഇല്ലാത്തൊരു സമയമാണ്. അന്നൊന്നുമില്ല, അന്ന് അങ്ങനത്തെ വാക്ക് പോലും ഇല്ല. പക്ഷെ ആ വ്യക്തി പ്രാർത്ഥിച്ച ആ അമ്മയുടെ മകൾ കാനഡ എന്ന രാജ്യത്ത് പോയി കൊറോണയ്ക്ക് മുമ്പ്. സാഹചര്യങ്ങൾ, ഒറ്റയൊരു മകൾ ആ രാജ്യത്തെത്തിയതോടുകൂടെ ആ കുടുംബത്തിൻ്റെ സാഹചര്യങ്ങളും അവസ്ഥകൾക്കും വ്യത്യാസം വരാൻ തുടങ്ങി. ആദ്യമൊക്കെ ബുദ്ധിമുട്ടായിരുന്നു, തിരിച്ചു പോരണമെന്നൊക്കെ ആഗ്രഹിച്ച് ഇടയ്ക്ക് പ്രാർത്ഥിക്കാൻ പറയും ഭയങ്കര ബുദ്ധിമുട്ടാണ്, തിരിച്ചു വരാൻ പോവുക, അതാ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. പക്ഷേ പ്രാർത്ഥന കൊണ്ട് ആ സ്ഥലത്ത് നിന്ന് PR-ന് അപേക്ഷിച്ച് PR കിട്ടി, കാര്യങ്ങളൊക്കെ മാറി വീട് അനുഗ്രഹിക്കപ്പെട്ടു. കുറച്ച് നാളുകൾക്ക് മുമ്പ് കണ്ടപ്പോൾ കഴുത്തിൽ വിരലോളം വലിപ്പമുള്ള മാലയൊക്കെ വന്നിട്ടുണ്ട്, കുറേ മുഖപ്രസാദമൊക്കെ വന്നിട്ടുണ്ട്. പണ്ടത്തെ പോലല്ല, കുറച്ചുകൂടെ സന്തോഷമായി ആ മുഖത്ത്. പണ്ടാരോ പറഞ്ഞൊരു കൊള്ളാലാത്ത കൈക്കലത്തുണി പോലത്തെ വസ്ത്രമാണോ സഹോദരി ഇട്ടുകൊണ്ട് നടക്കുന്നത് എന്ന് ചോദിച്ച സ്ഥാനത്ത് നല്ല വസ്ത്രങ്ങൾ ധരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്, വീട് പണിയാൻ ആരംഭിച്ചിട്ടുണ്ട്, കാര്യങ്ങൾ മാറി. ആ വീട്ടിലെ ഒരാൾ അനുഗ്രഹിക്കപ്പെട്ടതാണ് കാരണമായത്. ഞാൻ എപ്പോഴും വിശ്വസിക്കുകയാണ്, ഇത് ചിലപ്പോൾ ഓൺലൈനിലൂടെ കേൾക്കും, ഇവിടെ ഇരിക്കുന്നവർ കേൾക്കും. നിങ്ങളുടെ മക്കളിൽ ഒരാൾ അനുഗ്രഹിക്കപ്പെട്ട് രക്ഷപ്പെട്ടാൽ നിങ്ങളുടെ എല്ലാ ദാരിദ്ര്യവും മാറും. നിങ്ങളുടെ അവസ്ഥയ്ക്ക് മാറ്റം വരും. നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. ഞാൻ ഇവിടെ ഇതുപോലെ തന്നെ മുടങ്ങാതെ പ്രാർത്ഥിച്ചിരുന്ന ഒരാളാണ്. അദ്ദേഹത്തെ ഞാൻ ഒരു പ്രാവശ്യം, അദ്ദേഹത്തെ എപ്പോഴും ഞാൻ കാണുന്നത് മുണ്ടുടുത്താണ്. ഒരിക്കലും ഞാൻ ആ മനുഷ്യനെ പാൻസ് ഇട്ട് കണ്ടിട്ടില്ല. പക്ഷെ ഒരിക്കലും പള്ളിയിൽ ഈ ആലയത്തിൽ വന്നപ്പോൾ പാൻസ് ഇട്ടുകൊണ്ടാണ് വന്നത്. അപ്പം ഞാൻ ചോദിച്ചു, പാൻസൊക്കെ ഇട്ടല്ലോ, എന്നാ പറ്റി, മുണ്ടായിരുന്നല്ലോ, നിങ്ങളെ ഇങ്ങനെ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ പറയുവാണ്, എൻ്റെ മക്കള് UK-യിലാണ്, അവർ നിർബന്ധിച്ച് എനിക്ക് ഈ പാൻസൊക്കെ ഇടണമെന്ന് പറഞ്ഞ് ഞാൻ തയ്പ്പിച്ചതാണ്. ഞാൻ 6 മാസത്തേക്ക് ആ രാജ്യത്തേക്ക് പോവാണ്, എൻ്റെ മകൻ്റെ അടുത്തേക്ക് പോവാണ്. ഞാൻ സത്യം പറയാം, എൻ്റെ മനസ്സിൽ ഈ മനുഷ്യനൊന്നും ഒരിക്കലും ഫ്ലൈറ്റിൽ കയറുമെന്ന്, ഇതിലേക്കൂടെ കൂലിവേലയ്ക്ക് നടക്കുന്ന ഒരാൾ ഫ്ലൈറ്റിൽ കയറി മണിക്കൂറുകൾ യാത്ര ചെയ്ത് വേറൊരു രാജ്യത്ത് പോകുമെന്ന് പറഞ്ഞാൽ ചിരിക്കും ആൾക്കാർ. പക്ഷെ ആ മനുഷ്യൻ ഇപ്പോൾ ആ രാജ്യത്താണ്. 6 മാസത്തേക്ക് വിസ എടുത്ത് മക്കൾ കൊണ്ടുപോയിരിക്കുവാണ്, അയാളും അയാളുടെ ഭാര്യയും. ഞാനിത് പറയുന്നത്, അയാൾക്ക് ആ ഭാഗ്യമുണ്ടായത് എങ്ങനെയാണ്? ദിവസവും പ്രാർത്ഥിച്ചൊരു സ്ഥലമാണ്. അങ്ങനെ പ്രാർത്ഥിച്ച ആ മകൻ അനുഗ്രഹിക്കപ്പെട്ടതല്ലേ? ആ മാതാപിതാക്കളും ആ സന്തോഷവും അനുഭവിക്കാൻ കാരണം. ഇതെല്ലാം ഞാൻ ചിന്തിച്ചപ്പോഴാണ്, കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഞാൻ ചിന്തിച്ചു, പിള്ളേരുടെ പരീക്ഷയൊക്കെ വരാൻ പോവാണ്, നമ്മൾ അവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ പ്രാർത്ഥിക്കണം. ആരെങ്കിലുമൊക്കെ വേണം പ്രാർത്ഥനയുടെ പുതപ്പിനടിയിൽ ചേർത്ത് പിടിക്കാൻ. ആരെങ്കിലുമൊക്കെ വേണം. ഒരിക്കലും നഷ്ടപ്പെട്ടു പോകത്തില്ല. നഷ്ടപ്പെടേണ്ട സാഹചര്യത്തിലും അവർ രക്ഷപ്പെടാൻ തുടങ്ങും. ഇത് എവിടെ ഇരുന്ന് കേൾക്കുന്ന ഒരാളാകട്ടെ, നിങ്ങളുടെ പ്രാർത്ഥനയെ ഞങ്ങൾ ഓർക്കുന്നുണ്ട് എന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ചേർന്ന് പറയാമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരു അനുഗ്രഹിക്കപ്പെട്ട വചനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരികയാണ്. ഒന്ന് ശ്രദ്ധയെ കൊണ്ടുവന്ന് പ്രാർത്ഥിക്കുവാണ്. പഴയ നിയമത്തിൽ ഉൽപ്പത്തി പുസ്തകം, ഒരിക്കൽ ഞാനിത് ഡെയിലി ബ്ലെസ്സിങ്ങിൽ ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചു. പക്ഷെ ഇത് എല്ലാവരും ചിലപ്പോൾ അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല, ചിലപ്പോൾ അത് മനസ്സിലായിട്ടുണ്ടാവില്ല. ബലിപീഠത്തിൽ നമ്മൾ ആരെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചോ അവർ നാളുകളിൽ അനുഗ്രഹമായിട്ട് മാറും.
ആമേൻ. കേട്ടോ, അനുഗ്രഹമായിട്ടത് മാറും. ഉൽപ്പത്തി പുസ്തകം 22 അധ്യായം ഒന്ന് വായിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം 22 അധ്യായം. അതിനകത്ത് എഴുതിയിരിക്കുന്നത് അബ്രാഹത്തിന്റെ ബലി എന്നാണ്. അബ്രാഹത്തിന്റെ ബലി. ഇതൊന്ന് വായിച്ചു കേൾക്കാം. ഇത് മനപ്പാഠമാണ്, ഒരുപാട് കേട്ടിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് പ്രത്യേകിച്ച് ഇനി പ്രസംഗമൊന്നും ആവശ്യമില്ല, ഇതെല്ലാം എനിക്കറിയാം. പക്ഷേ ഇതിൽ നിന്ന് മനസ്സിലാകേണ്ട ഒരു സത്യമുണ്ട്. ഒന്ന് ശ്രദ്ധിക്കാമോ? 1 വാക്യം. പിന്നീട് ഒരിക്കൽ ദൈവം അബ്രാഹത്തെ പരീക്ഷിച്ചു. പിന്നീട് ഒരിക്കൽ ദൈവം അബ്രാഹത്തോട് ഇങ്ങനെ ചില കാര്യങ്ങൾ പറഞ്ഞു. അബ്രാഹാം അവിടുന്ന് വിളിച്ചു. ഇത് ശ്രദ്ധിച്ചോ? എങ്ങനെയാ വിളിച്ചത്? അബ്രാഹാം പേര് വിളിച്ച അബ്രഹാം. നമ്മൾ ചിലരെ വിളിക്കില്ലേ, ഇയാള്, എടോ ഇങ്ങോട്ട് വന്നേ. ദൈവം, ലോകത്തെ സൃഷ്ടിച്ച ദൈവം എങ്ങനെയാ ഒരു മനുഷ്യനെ വിളിച്ചത്? നിസ്സാരനായ മനുഷ്യനെ വിളിച്ചത്. ഇയാൾ ഇങ്ങോട്ട് വന്നേ. തൻ്റെ പേരെന്നാ? ഇയാൾ എവിടുന്നാ വരുന്നേ? ആ വാക്കല്ല ദൈവം വിളിക്കുവാണ്. അബ്രഹാം. അബ്രഹാം പേര് വിളിച്ച ആ മനുഷ്യനെ ദൈവം വിളിച്ചതോ അനുഗ്രഹിച്ചതോ ഒക്കെ പേര് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നതിൽ അർത്ഥമുണ്ട്. എങ്ങനെയാ വിളിച്ചത്? അബ്രഹാം അവിടുന്ന് വിളിച്ചു. അവിടുന്ന് വിളിച്ചു. വളരെ ബഹുമാനത്തോടെ വിളിച്ചു എന്ന് പറയാം. നമ്മളാണെ പറയില്ലേ, ഞാൻ ചിലപ്പോൾ ചിന്തിക്കാറുണ്ട്, നമ്മൾ അറിവില്ലാത്ത നമ്മൾ ചിലപ്പോൾ വിളിക്കും, എടോ ഇങ്ങ് വന്നേ, ഒരു കാര്യം പറയട്ടെ. അപ്പം അയാളിങ്ങ് വരും. സ്വർഗത്തിലെ ദൈവത്തിന് വേണ്ടി ഇങ്ങനെ വിളിച്ചാൽ പോരെ? ഇയാൾ ഇങ്ങോട്ട് വന്നേ. ഇയാൾ അവിടെ എന്നാ പരിപാടി? ഇങ്ങോട്ടൊന്ന് വന്നേ. ദൈവം പറയുക, ഇയാളെന്നോ താനെന്നോ ഒന്നും അല്ല വിളിച്ചത്, അബ്രഹാം. അബ്രഹാം. ദൈവം നമ്മളെ എന്ത് റെസ്പെക്റ്റോടുകൂടിയാണ് കാണുന്നത്. അബ്രഹാം വിളിച്ചു. ഇതാ ഞാൻ, അവൻ വിളി കേട്ടു. 2 വാക്യം. നീ സ്നേഹിക്കുന്ന നിന്റെ ഏക മകൻ ഇസഹാക്കിനെയും കൂട്ടിക്കൊണ്ട് മോറിയ ദേശത്തേക്ക് പോവുക. എന്താ പറ? നമുക്കറിയാം. അബ്രഹത്തോട് പറയുക, നിന്റെ മകനെയും നീ കൂട്ടിക്കൊണ്ട് മോറിയ ദേശത്തേക്ക്, ഇന്ന ദേശത്തേക്ക് നീ പോണം. അതെന്നാ വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിച്ചാ പോരെ? വീടിൻ്റെ ആ സൈഡിലോട്ട് മാറി ആ മരത്തിൻ്റെ ചോട്ടിൽ ബലിവീട് ഉണ്ടാക്കി അവിടെ വെച്ച് പ്രാർത്ഥിച്ചാൽ പോരെ? അല്ല, ദൈവം അബ്രാഹത്തോട് പറഞ്ഞു, നിനക്ക് പ്രായമൊക്കെ ഉണ്ടെങ്കിലും സാരമില്ല, റിസ്ക് ഒക്കെ ആയിരിക്കാം, ഇത്രയും ദൂരം നീ വണ്ടിയില്ല, വള്ളവും ഇല്ല, ദൂരദേശത്തേക്ക് നീ പോയി നിന്റെ മകനെയും കൂടെ കൂട്ടിക്കൊണ്ടുവരണം. എന്നിട്ട് നീ ബലി അർപ്പിക്കണം, പ്രാർത്ഥിക്കണം എന്ന് പറയുക. ഒന്നും കൂടെ വായിച്ചേ. നീ സ്നേഹിക്കുന്ന നിന്റെ ഏക മകൻ, ഒരേ ഒരു ആൺകൊച്ചേ ഉള്ളൂ, ഏക മകൻ ഇസഹാക്കിനെയും കൂട്ടിക്കൊണ്ട് മോറിയ ദേശത്തേക്ക് പോവുക. മോറിയ ദേശത്ത് അവിടം വരെ പോണം. അപ്പൊ അബ്രഹാം ചോദിച്ചു, ഈ വയസ്സാം കാലത്ത് ഞാൻ അവിടം വരെ പോണോ? എനിക്ക് ശരീരത്തിൽ അത്ര ആരോഗ്യമില്ല, മുഴുവൻ വേദനയാണ്, ടെൻഷനൊക്കെ ഉണ്ട്, വയ്യ നടക്കാൻ. അവിടം വരെ പോണോ? ഇവിടെ എവിടെയെങ്കിലും പ്രാർത്ഥിച്ചാൽ പോരെ? നമ്മളോട് പലരും പറഞ്ഞില്ലേ, ഇവിടെ ഇരുന്നൊക്കെ പ്രാർത്ഥിച്ചാൽ മതി. ദൈവം ചിലപ്പോൾ നമുക്കൊരു നിയോഗം തരും. ഇന്നതുപോലെ ചെല്ല്, ഇന്നതുപോലെ ആ വണ്ടി കയറി അവിടെ പോയി പ്രാർത്ഥിക്കുക. നിനക്കുള്ള അനുഗ്രഹം ദൈവം അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നിനക്കുള്ള ഒരു നന്മയെ ദൈവം അവിടെ ആയിരിക്കും ഒരുക്കിയിട്ടുള്ളത്. ഒരു കരം ഉയർത്തി ഒന്ന് പറയാമോ? ഹല്ലേലൂയ. ശബ്ദം ഉയർത്തി പറഞ്ഞ് ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് ശ്രദ്ധിക്കൂ. അടുത്ത വാക്യം. അവിടെ ഞാൻ കാണിച്ചു തരുന്ന മലമുകളിൽ. അപ്പൊ ഏതേലും മലയുടെ മുകളിൽ പോരാ, എല്ലാ മലകളും ഒന്നല്ലേ. ആ മലയിൽ പോയ ഈ മലയിൽ പോയ എന്താ കുഴപ്പം? അത് പോരാ. ഞാൻ കാണിച്ചു തരുന്ന മലമുകളിൽ നീ അവനെ എനിക്കൊരു ദഹന ബലിയായി അർപ്പിക്കണം. നീ അവനെ അവിടെ വെച്ച് പ്രാർത്ഥിക്കണം, ദഹന ബലി വെച്ച് പ്രാർത്ഥിക്കണം. അടുത്ത വാക്യം. അബ്രഹാം അതിരാവിലെ എഴുന്നേറ്റ്. നമ്മളൊരു കാര്യം, നമ്മളാണെ ഒരു 10 മണി വരെ കിടന്നുറങ്ങി പോണോ പോണ്ടയോ എന്ന് ആലോചിച്ചിട്ടാ. അബ്രഹാം അതിരാവിലെ എഴുന്നേറ്റ് കഴുതയ്ക്ക് ജീനയിട്ട് 2 വേലക്കാരെയും കൂടെ ജോലിക്കാരെയും കൂടെ കൂട്ടി മകൻ ഇസഹാക്കിനെയും കൂട്ടി ബലിക്ക് വേണ്ട വിറകും കീറിയെടുത്ത് ദൈവം പറഞ്ഞ സ്ഥലത്തേക്ക് പുറപ്പെട്ടു. 4 വാക്യം. 3-ാം ദിവസം. അപ്പൊ എത്ര ദിവസമായി യാത്ര തുടങ്ങിയിട്ട്? 3 ദിവസം. തന്റെ മകനെ പ്രാർത്ഥിക്കാൻ വേണ്ടി 3 ദിവസം ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്തോ ഫ്ലൈറ്റിനോ ഒന്നും അല്ല പോയത്, ടാക്സി വിളിച്ചല്ല പോയത്. അന്നത്തെ കാലമാണ്. 3 ദിവസം നടപ്പാണ്, രാത്രിയും പകൽ നടന്ന്. ബസ്സിന് വന്നിട്ട് തന്നെ നമുക്ക് ക്ഷീണമാണ്, കാറിന് വന്നേച്ച് തന്നെ നമുക്ക് വയ്യ. ഇത് 3 ദിവസം എന്തിനാ? മകനെ പ്രാർത്ഥിക്കാൻ കൊണ്ടുപോവാണ്. അതിന്റെ റിസൾട്ട് എന്താന്ന് കേട്ടു? ദൈവം പറഞ്ഞ സ്ഥലത്തേക്ക് 3-ാം ദിവസം അവൻ തല ഉയർത്തി നോക്കിയപ്പോൾ അകലെ ആ സ്ഥലം കണ്ടു. അപ്പൊ 3 ദിവസമായിട്ട് എത്തിയിട്ടില്ല.
ഇനിയുണ്ട്, അങ്ങ് അപ്പുറത്ത് വരെ എത്തിയാൽ എന്നാലേ ആ സ്ഥലത്ത് എത്തുള്ളൂ. ഇനിയും പോകാനുണ്ട്, ഇനിയും നടക്കാനുണ്ട്. പോവാണ്. ആ സ്ഥലം കണ്ടു. അവൻ വേലക്കാരോട് പറഞ്ഞു, വേലക്കാരോട്, കൂടെ വന്ന പണിക്കാരോട് പറഞ്ഞു, നിങ്ങളവിടെ നിൽക്കുക, ഞാനും എൻ്റെ മകനും കൂടെ പോയിട്ട് ആരാധിച്ച് തിരിച്ചു വരാം. മകനും അവിടെ പോയി ആരാധിച്ചു. നമ്മളും അങ്ങനെയല്ലേ വീട്ടിൽ നിന്ന് വന്നത്, ദൂരെ നിന്ന് വന്നവർ അങ്ങനെയല്ലേ പറഞ്ഞു, ഞങ്ങളൊന്ന് ഇന്ന സ്ഥലത്ത് പോയി ഒന്ന് പ്രാർത്ഥിച്ച് നിയോഗമൊക്കെ എഴുതിയിട്ടിട്ട് തിരിച്ചു വരാം. ചിലർ നമ്മളെ വഴക്ക് പറഞ്ഞു, ചിലർ വേണ്ടെന്ന് പറഞ്ഞു, ചിലർ ഇഷ്ടപ്പെട്ടില്ല, പോണോ പോകണ്ടയോ എന്ന്. ചിലപ്പോൾ ഇങ്ങോട്ട് വരുന്ന കാര്യവും പറഞ്ഞ് വീട്ടിലൊരു വഴക്ക് നടന്നു കാണും. ഈ വരുന്ന കാര്യവും പറഞ്ഞ് വീട്ടുകാർ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. എന്തിനാ അങ്ങോട്ട് പോകുന്നത്, ഇവിടെയൊക്കെ പ്രാർത്ഥനയില്ലേ, ഇനി അങ്ങോട്ടും കൂടെ പോകാത്തതിൻ്റെ ഒരു കുഴപ്പമുള്ളൂ എന്നൊക്കെ പറഞ്ഞു കാണും. അബ്രഹാം പറഞ്ഞു, നിങ്ങളിവിടെ നിൽക്കുക, ഞാനും എൻ്റെ മകനും പോയി ആരാധിച്ച് പ്രാർത്ഥിച്ച് ഞങ്ങൾ തിരിച്ചു വരും. ആരാധിക്കാൻ പോവാണ്. അടുത്ത വാക്യമാണ്, അബ്രാഹാം ദഹനബലിക്കുള്ള വിറകെടുത്ത്. 9-ാമത്തെ വാക്യം വായിച്ചാൽ മതി. ദൈവം പറഞ്ഞ സ്ഥലത്തെത്തിയപ്പോൾ, ദൈവം പറഞ്ഞ ആ സ്ഥലം, ദൈവം ഒരുക്കി ആ സ്ഥലത്തെത്തിയപ്പോൾ അബ്രാഹാം അവിടെ ഒരു ബലിപീഠം പണിതു. അവിടെ എന്തു പണിതു? ഇത്രയും ദൂരം നടന്നു വന്ന മനുഷ്യൻ അവിടെയെല്ലാം കൂടെ കിടന്ന കല്ലെല്ലാം കൂടെ പെറുക്കി അടുക്കി, എന്നിട്ട് ഇതുപോലൊരു ബലിപീഠം പണിത് വിറകടുക്കി വച്ചിട്ട് ഇസഹാക്കിനെ ബന്ധിച്ച് വിറകിന് മീതെ കിടത്തി. ഇപ്പൊ ഇസഹാക്ക് എവിടെ ഇരിക്കുന്നത്? ബലിപീഠത്തിന്റെ മുകളിൽ അടുക്കി വെച്ച വിറകിന്റെ മുകളിൽ ഇസഹാക്കിനെ കിടത്തി. അതേ രീതിയിൽ ഇന്നൊന്ന് ശ്രദ്ധിക്കാമോ? നിങ്ങളുടെ മകൻ, നിങ്ങളുടെ മകൾ ഈ അനുഗ്രഹയിലെ ദിവസവും പ്രാർത്ഥനയുള്ള ദൈവവചനം ലോകത്തോട് വിളിച്ചു പറയുന്ന ഈ പുണ്യപ്പെട്ട സ്ഥലത്തിൻ്റെ ഈ അൾത്താരയിൽ, ഈ ബലിപീഠത്തിൻ്റെ മുകളിൽ എൻ്റെ മകൻ, എൻ്റെ മകൾ, എൻ്റെ പ്രാർത്ഥന, എൻ്റെ നിയോഗം ഇരിപ്പുണ്ട്. അബ്രഹാം ആ ബലിപീഠത്തിൻ്റെ മുകളിൽ, വിറകിൻ്റെ മുകളിൽ ഇസഹാക്കിനെ കിടത്തി. അതേപോലെ എൻ്റെ പ്രാർത്ഥനയെ ഞാനിവിടെ വച്ചിരിക്കുവാണ്. എന്നിട്ട് എന്താ അടുത്ത വാക്യം? മകനെ ബലി കഴിക്കാൻ അബ്രഹാം കത്തി കയ്യിലെടുത്തു. തൽക്ഷണം കർത്താവിന്റെ ദൂതൻ ആകാശത്ത് നിന്ന്, ദൈവം കൃത്യസമയത്ത് ഇടപെടുന്നു. ഇനി ഒരു ശ്രദ്ധിക്കാമോ? എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേ. ആർക്കു വേണ്ടിയാ അബ്രഹാം ആ മലയിൽ പോയത്? തൻ്റെ മകനായ ഇസഹാക്കിനെ ബലിയർപ്പിച്ചു പ്രാർത്ഥിക്കാൻ. ഈ മകൻ ഇസഹാക്ക് രക്ഷപ്പെട്ടോ? അതോ എവിടെയെങ്കിലും പോയി നശിച്ചു പോയോ? എവിടെയെങ്കിലും വഴിതെറ്റിപ്പോയോ? ആരെയോ കല്യാണം കഴിച്ച് എങ്ങനെയോ തകർന്ന് തരിപ്പണമായി എന്നാണോ എഴുതിയിരിക്കുന്നത്? ഈ അബ്രഹാം ആർക്കു വേണ്ടിയാണോ പ്രാർത്ഥിച്ചത്? ഈ മകൻ വലിയ നിലയിലെത്തിയെന്ന് ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്. ഉൽപ്പത്തി പുസ്തകം 26-ാമത്തെ അധ്യായം ഒന്നെടുക്കാമോ? അതിൻ്റെ 12-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. ഇസഹാക്ക് ആരെയാണോ നിയോഗത്തിൽ പ്രാർത്ഥിച്ചത്, അബ്രഹാം പ്രാർത്ഥിച്ചത്, ആ മകൻ അനുഗ്രഹിക്കപ്പെട്ടോ എന്ന് എഴുതിയിട്ടുണ്ട്. 26-ാം അധ്യായം 12-ാമത്തെ വാക്യം. ഇസഹാക്ക് ആ നാട്ടിൽ കൃഷി ഇറക്കുകയും അക്കൊല്ലം തന്നെ 100 മേനി വിളവെടുക്കുകയും ചെയ്തു. ആരെയാണോ ബലിപീഠത്തിൽ നിയോഗം പോലെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചത്, അവൻ നാളുകളിൽ വലിയ അനുഗ്രഹത്തിലേക്ക് ചെല്ലാൻ തുടങ്ങി. അവന്റെ ജീവിതം ദാരിദ്ര്യത്തിൽ എത്തിയെന്നല്ല, അവൻ 100 മേനി വിളവെടുത്തു എന്നാണ്. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ കുഞ്ഞുങ്ങൾ, നിങ്ങളുടെ വിദ്യാഭ്യാസത്തിൽ, നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ 100 മേനി അനുഗ്രഹമായിട്ട് മാറണം. 100 മേനി എന്ന് എഴുതി, 95 മേനി എന്നല്ല, 100 മേനി വിളവെടുത്തു. അടുത്ത വാക്യമോ? കർത്താവ് അവനെ അനുഗ്രഹിച്ചു. അവിടെ നിർത്തട്ടെ. ആരെ അനുഗ്രഹിച്ചു? അബ്രഹാം ഇങ്ങനെ ചിന്തിക്കുവാന്നിരിക്കട്ടെ, എന്തു ബലിപീഠം, എവിടെ പിന്നെ അപ്പുറത്തെ മലയിൽ പോയി പ്രാർത്ഥിക്കുക, വേറെ പണിയില്ല, ഇപ്പൊ ഒത്തിരി തിരക്കുണ്ട്, പല കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അബ്രഹാം അങ്ങനെ ചിന്തിച്ചായിരുന്നെങ്കിൽ തൻ്റെ മകനായ ഇസഹാക്ക് അനുഗ്രഹിക്കപ്പെടുമായിരുന്നില്ല. എല്ലാ കാര്യങ്ങളും മാറ്റിവെച്ച് അബ്രഹാം തൻ്റെ മകനു വേണ്ടി ബലിപീഠം ഉണ്ടാക്കി പ്രാർത്ഥിച്ച ആ മകനെ ദൈവം അനുഗ്രഹിച്ചു. വിശ്വാസത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഈ ബലിപീഠത്തിൽ ആരുടെയൊക്കെ പേരുകൾ, ഒരു മകന്റെ, മകളുടെ, ആരുടെയൊക്കെ നിയോഗം, ആരുടെയൊക്കെ പ്രാർത്ഥനയുണ്ടോ, ഇതേ വചനത്തിൽ നിന്നുകൊണ്ട് പറയാം, ദൈവം അവരെ അനുഗ്രഹിക്കും. ദൈവം അവരുടെ വിദ്യാഭ്യാസത്തെ അനുഗ്രഹിക്കും. ദൈവം അവരുടെ ഭാവിയെ അനുഗ്രഹിക്കും. ദൈവം അവരുടെ സ്വഭാവത്തെ അനുഗ്രഹിക്കും. കാരണം ദൈവവചനം പറയുന്നു, അബ്രഹാം ആർക്കു വേണ്ടി പ്രാർത്ഥിച്ചോ ആ ഇസഹാക്കിനെ ദൈവം അനുഗ്രഹിച്ചു എന്ന്. ഒരു കരം ഉയർത്തി ഉറക്കിയെന്ന് പറയാമോ? ഹല്ലേലൂയ. ശബ്ദമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ചെറിയ കാര്യമല്ല. ഇതെല്ലാം കണക്ട് ചെയ്ത് കൂട്ടി വായിക്കുമ്പോൾ
നമുക്ക് ഒത്തിരി അത്ഭുതമായിട്ട് തോന്നും. ആരാണ് അനുഗ്രഹിക്കപ്പെട്ടത്? ആരാണ് ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടത്? അബ്രാഹാം തൻ്റെ മകനെ ഒരു കാലത്ത് ഇതുപോലെ ബലിപീഠത്തിൽ വെച്ച് പ്രാർത്ഥിച്ചതാ. നിങ്ങളും പ്രാർത്ഥിക്കണം ഇന്ന്, എൻ്റെ മകന് ദൈവമേ അങ്ങ് അനുഗ്രഹിച്ചൊരു ഉന്നത സ്ഥാനത്തെത്തിക്കണമെന്ന് പ്രാർത്ഥിച്ചോ. പല പ്രാവശ്യം പ്രാർത്ഥിച്ചോ, 10 പ്രാവശ്യമല്ല, എല്ലാ ദിവസവും പ്രാർത്ഥിക്കണം. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അവരൊരു അനുഗ്രഹമുള്ള കുടുംബ ജീവിതത്തിൽ ജീവിക്കുന്നത് മാതാപിതാക്കൾ എന്ന നിലയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റണം. വേണ്ടേ? ഇന്ന് ഒത്തിരി മാതാപിതാക്കൾ പറയുന്നു, എൻ്റെ മകൻ വിവാഹം കഴിച്ചു, എൻ്റെ മകൾ വിവാഹം കഴിച്ചു, അവരുടെ കുടുംബത്തിൽ സമാധാനമില്ല, അവർ തമ്മിൽ വഴക്കാണ്, അവർ പിരിയോ എന്ന ഞങ്ങളുടെ പേടി. നിങ്ങൾ ഇന്നേ കൂട്ടി പ്രാർത്ഥിക്കുക, കർത്താവേ ഞങ്ങളുടെ മകൾക്ക് കുടുംബ ജീവിതമാണോ പറഞ്ഞിട്ടുള്ളത്? അനുഗ്രഹമുള്ളൊരു കുടുംബ ജീവിതത്തിൽ ജീവിക്കുന്നത് ഞങ്ങൾക്ക് കാണാൻ കഴിയും. നിങ്ങൾ പ്രാർത്ഥിക്കുക. അയ്യോ ആ കൊച്ചിന് ഇച്ചിരി പ്രായമുള്ളല്ലോ, എന്തിനാ ഇപ്പോഴേ? 100 വർഷം മുന്നേ പ്രാർത്ഥിക്കണമെന്നാണ് പറയുന്നത്. 3 തലമുറയ്ക്ക് വേണ്ടി ഇന്ന് പ്രാർത്ഥിക്കണമെന്നാണ് പറയുന്നത്. ഇന്ന് കൃത്യം എൻ്റെ മകന് വേണ്ടി മാത്രം പ്രാർത്ഥിച്ചാൽ പോരാ, നിങ്ങളുടെ 3 തലമുറയെ മുന്നിൽ കണ്ടുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണമെന്ന അറിവും അനുഭവമുള്ളവർ പറയുന്നത്. കാരണം അങ്ങനെയുള്ള ലോകത്താ നമ്മുടെ കുഞ്ഞുങ്ങൾ ലോകത്ത് ജീവിച്ചിരിക്കും. വഴിതെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്, ചതിക്കപ്പെടാൻ സാധ്യതയുണ്ട്, വല്ല കുഴി കൊണ്ട് ചാടി ഇടാൻ സാധ്യതയുണ്ട്. മദ്യവും മയക്കുമരുന്നും ലഹരിയും കൊടുത്ത് എവിടെയെങ്കിലും കൊണ്ടുപോയി ചൂണ്ടയിൽ മീൻ കൊളുത്തിയതുപോലെ കൊണ്ടുപോയി കൊളുത്തിയിടാൻ സാധ്യതയുണ്ട്. ചില വള്ളിക്കെട്ടിൽ കൊണ്ടുപോയി കുടുക്കിയിടാൻ സാധ്യതയുണ്ട്. നശിപ്പിക്കപ്പെടാൻ സാധ്യതയുണ്ട്. അവരെ പ്രാർത്ഥനയുടെ പുതപ്പിൽ ചേർത്ത് പിടിച്ച് പ്രാർത്ഥിക്കേണ്ട ആവശ്യമുണ്ട്. അങ്ങനെ പ്രാർത്ഥിച്ചാൽ, നല്ല സുവിശേഷത്തിൽ വായിച്ചുണ്ട്, ഒരു കുഞ്ഞുപോലും നശിച്ചു പോകാൻ ദൈവം സമ്മതിക്കുകയില്ല. ഒരു ബൈബിൾ വചനമാണ്. ഈ ചെറിയവരിൽ, ബാക്കി പറഞ്ഞു, ഈ ചെറിയവരിൽ ഒരുവൻ പോലും, ഒരു കുഞ്ഞു പോലും നശിച്ചു പോകാൻ എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് സമ്മതിക്കുകയില്ല, ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞേ. ഹല്ലേലൂയ. ശബ്ദം ഉയർത്തി പറയാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി അടുത്ത വാക്യം ഒന്ന് വായിച്ചേ. അടുത്ത വാക്യം അനുഗ്രഹിച്ചു എന്ന് മാത്രമല്ല, 13ാമത്തെ വാക്യം, അവൻ അഭിവൃദ്ധിപ്പെട്ടുകൊണ്ടേയിരുന്നു. അങ്ങനെ ഒരു സെന്റൻസ് എഴുതിയിരിക്കുന്നത്. അവൻ, ഇസഹാക്ക് അഭിവൃദ്ധിപ്പെട്ടുകൊണ്ടേയിരുന്നു. അവൻ താഴോട്ട് പോയിക്കൊണ്ടിരുന്നു എന്നല്ല, അവൻ ഓരോ പടി അനുഗ്രഹിക്കപ്പെട്ടുകൊണ്ടിരുന്നു. ആരെയാണോ ബലിപീഠത്തിൽ ഒരു നിയോഗം പോലെ പറഞ്ഞ് സമർപ്പിച്ച് പ്രാർത്ഥിച്ചത്, ആരെയാണോ ബലിപീഠത്തിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിച്ചത്, അവൻ അഭിവൃദ്ധിപ്പെട്ടുകൊണ്ടിരുന്നു എന്ന്. ഇവിടെ ഇരിക്കുന്ന അപ്പച്ചന്മാരോട്, അമ്മമാരോട് ഒക്കെ പറയാൻ ആഗ്രഹമുണ്ട്, എന്നുവരെ നിങ്ങൾക്കിങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റും അത്രയും നാൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ അഭിവൃദ്ധിപ്പെട്ടുകൊണ്ടേയിരിക്കും. അവരുടെ പേര് പറഞ്ഞു നിങ്ങൾ പ്രാർത്ഥിക്കണം. ഞങ്ങളും ആ കൂട്ടത്തിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കൂടുവാണ്. ഒറ്റയ്ക്കല്ല പ്രാർത്ഥിക്കുന്നത്, ഒരു മനസ്സോടെ നമ്മൾ പ്രാർത്ഥിക്കുവാണ്. അഭിവൃദ്ധിപ്പെട്ടുകൊണ്ടിരുന്നു. അടുത്ത വാക്യമോ, ക്രമേണ അവൻ വലിയ സമ്പന്നനാവുകയും ചെയ്തു. സമ്പന്നനായി എന്നല്ല, അഡ്ജക്റ്റീവ് ഇട്ടിട്ടുണ്ട്. ക്രമേണ, അഡ്ജക്റ്റീവ്. ക്രമേണ അവൻ സമ്പന്നനായി എന്നല്ല, ഇപ്പുറത്തൊരു വിശേഷണമുണ്ട്, വലിയ സമ്പന്നനായി എന്ന്. ആരാ വലിയ? സമ്പത്ത് ദൈവത്തിന്റെ അനുഗ്രഹം തന്നെയാ. സമ്പത്ത് അത് നമുക്ക് പറയാൻ പാടില്ല എന്നൊന്നും ആരും പറയരുത്. സമ്പത്ത് ദൈവാനുഗ്രഹമാണ്. ദൈവാനുഗ്രഹം ഉള്ളവന്റെ കയ്യിലെ സമ്പത്ത് ഉണ്ടാകത്തുള്ളൂ. അല്ലെങ്കിൽ അവന്റെ വിരലിലൂടെ തന്നെ ആ സമ്പത്ത് തോട്ടിലെ വെള്ളം പോലെ പോകും. ഉപകാരത്തെ കൊള്ളിക്കാൻ അവന് കഴിയാതെ വരും. അവന്റെ കൺമുമ്പിലുണ്ടെങ്കിലും അനുഭവിക്കില്ല. ദൈവാനുഗ്രഹമുള്ളവന്റെ സമ്പത്ത് അവൻ ക്രമേണ വലിയ സമ്പന്നനായി. എത്ര പേര് ഇത് എങ്ങനെയുള്ള സമ്പത്താണെന്നറിയോ? ദൈവാനുഗ്രഹമുള്ള സമ്പത്ത് അവന്റെ ജീവിതത്തിൽ വന്നു. ആരാണ്? നിങ്ങളുടെ കുഞ്ഞുങ്ങൾ സമ്പന്നനാകണം, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നല്ല നിലയിൽ എത്തണം, നല്ല ബിസിനസ്സുകാരുണ്ടാകണം, നല്ല രാഷ്ട്രീയക്കാരുണ്ടാകണം, നല്ലതുപോലെ കമ്പനികൾ നടത്തുന്നവരുണ്ടാകണം, നല്ല ഹോട്ടൽ നടത്തുന്നവരുണ്ടാകണം, നല്ല ബേക്കറി നടത്തുന്നവരുണ്ടാകണം, നല്ല ഹോൾസെയിൽ ബിസിനസ് നടത്തുന്നവരുണ്ടാകണം. എല്ലാ ഫീൽഡിലും ആളുകൾ ഉണ്ടാകണം. പ്രസംഗിക്കാൻ അറിയുന്നവർ വേണം, കാര്യങ്ങൾ പറയാൻ. ഞാനിങ്ങനെ ചിന്തിക്കുന്നു, പേടിച്ച് ഭയപ്പെട്ടിരിക്കുന്നു. പോലീസ് സ്റ്റേഷനിൽ കേൾക്കുമ്പോഴേ പേടിച്ചിരിക്കുന്നവരാകരുത്. ഒരു പോലീസ് സ്റ്റേഷനിൽ ചെല്ലേണ്ട സാഹചര്യം വന്നാലും അവരോട് പറയാൻ തൻ്റെ ഇടമുള്ള ധൈര്യമുള്ളവർ വേണം. വേണ്ടേ? പോലീസ് കേൾക്കുമ്പോഴേ അടുക്കള കയറി ഇരിക്കുന്നവരാണോ വേണ്ടത്? അല്ല. ഒരു കാര്യത്തിനാണ് ആ എന്താ സാറേ എന്ന് ചോദിക്കാൻ കഴിവുള്ളൂ. എന്താ സാറേ വിഷയം? എന്താ വിഷയം? എന്താ പ്രശ്നം? എന്താ? പലർക്കും ആ കഴിവില്ല.
എന്തു കാര്യത്തിനും പറയാനും ചോദിക്കാനും നല്ലതുപോലെ പറയാനും കഴിവുള്ളവരാകണം. അത് ദൈവത്തിന്റെ അനുഗ്രഹമാണ്. അത് അനുഗ്രഹമാണ്. ആണോ അല്ലയോ? ഒരു വിഷയം വന്ന് ഒരു സ്ഥലത്ത് പോകണം, അയ്യോ ഞാൻ വരത്തില്ല, എനിക്ക് പേടിയാകുന്നു എന്ന് പറയുന്നവരല്ല വേണം. എന്താ സാറേ വിഷയം? എന്താ വിഷയം? എന്താ ഇവിടെ? എന്താ കാര്യം? എന്താ നിങ്ങളുടെ എന്ത് പ്രശ്നമാണ് നിങ്ങൾക്ക് പരിഹരിക്കേണ്ടത്? എന്ത് കാര്യം? ഇങ്ങോട്ടൊന്ന് വന്നേ സംസാരിക്കട്ടെ. അത് പറയാനുള്ള ധൈര്യം വേണം, അത് പറയാനുള്ള ആത്മബലം വേണം. ബൈബിളിൽ ഒരു നിയോഗത്തിൽ ബലിപീഠത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ച ഇസഹാക്ക് അവൻ ക്രമേണ ഉയർന്നു വന്നു എന്നാ എഴുതിയിരിക്കുന്നത്. ആണോ? അവൻ സമ്പന്നനായി എന്നാ എഴുതിയിരിക്കുന്നത്. അടുത്ത വാക്യമോ, അവന് ധാരാളം ആടുമാടുകളും പരിചാരകരും ഉണ്ടായിരുന്നു. അവന് ജോലിക്കാര് വരെ ഉണ്ടായിരുന്നു. പിന്നെയോ, അതുകൊണ്ട് ഫിലിസ്ത്യർക്ക് അവനോട് അസൂയ തോന്നി. ഒരു കാലത്ത് തന്റെ പിതാവായ അബ്രാഹാം നിയോഗമായി സമർപ്പിച്ചവന്റെ ഉയർച്ച കണ്ടിട്ട് ഫിലിസ്ത്യർക്ക് അസൂയ തോന്നിയെന്ന്. മറ്റൊരാൾക്ക് അസൂയ തോന്നത്തക്ക വിധം ദൈവം നമ്മെ വളർത്തു. കേട്ടോ, ചില്ലറയായിട്ടും പകുതിയായിട്ടും അല്ല ദൈവം അനുഗ്രഹിക്കുന്നത്. ഫിലിസ്ത്യർക്ക് ഇവന്റെ ഉയർച്ചയും വളർച്ചയും സമ്പത്തും കണ്ടിട്ട് ഭയങ്കര അസൂയ ഉണ്ടായെന്ന്. അസൂയ ഉണ്ടോ? നിങ്ങൾക്ക് അസൂയ ഉണ്ടോ? അസൂയ ഉള്ളവർ മാത്രം പറഞ്ഞേ ഹല്ലേലൂയ. അങ്ങനെ പറയരുത്. അസൂയ ഇല്ലെങ്കിൽ അത് രോഗമാണ്. എല്ലാ മനുഷ്യനും ഉണ്ട്, മൃഗങ്ങൾക്ക് പോലും ഉണ്ട് അസൂയ. നിങ്ങളുടെ വീട്ടിൽ ഒരു പട്ടിയും ഒരു പൂച്ചയും ഉണ്ടെന്നിരിക്കട്ടെ. പൂച്ചനെ എടുത്ത് നോക്കി, പട്ടി അവിടെ കൂട് പൊട്ടിക്കാൻ തുടങ്ങുക. അതിന് ഇഷ്ടപ്പെട്ടില്ല. അത് അതിനെ പോയി ഒന്ന് 2 പ്രാവശ്യം തൂക്കുമ്പോൾ ഒരു കുഴപ്പമില്ല. നമ്മളൊരു മൃഗത്തെ ആയാലും ഇച്ചിരി കൂടുതൽ സ്നേഹിക്കുമ്പോൾ അതിന് എന്തോ ഒരു വിഷമമാണ്. മൃഗത്തിനാണേലും ഭയങ്കര അസൂയുണ്ട്. നിങ്ങളും അസൂയുണ്ട്. ഇതൊരു ഭയങ്കര വാക്കാണ് കേട്ടോ. ഇസഹാക്ക് നല്ലതുപോലെ അനുഗ്രഹിക്കപ്പെട്ടത് കണ്ടപ്പം ഫിലിസ്ത്യർക്ക് അസൂയ തോന്നിയെന്ന്. അപ്പൊ എന്തേരം ഈ മനുഷ്യനെ ദൈവം അനുഗ്രഹിച്ചു? മറ്റൊരാൾക്ക് അസൂയ തോന്നത്തക്ക വിധം, മറ്റൊരാൾക്ക് അത്ഭുതം തോന്നത്തക്ക വിധം. അത് ചിലപ്പോൾ നാളുകളിൽ നിങ്ങളുടെ മക്കളിലൂടെ ആയിരിക്കും ഈ അനുഗ്രഹം നിങ്ങൾക്ക് കൈവരുന്നത്. നാളെ നമ്മളെ നോക്കി അയ്യോ കഷ്ടം, അയാളുടെ പിള്ളേരെല്ലാം ഇങ്ങനെ ആയിപ്പോയല്ലോ, അയ്യോ അയാളുടെ മകളല്ലേ അത്, കഷ്ടമായി പോയി എന്നാരും നമ്മളെ മക്കളെ നോക്കി പറയാൻ ഇടവരരുത്. കഷ്ടമായി പോയി, എന്തോ ഒരു കഷ്ടമായി, എന്ത് മിടുക്കിയായിരുന്നു, മിടുക്കനായിരുന്നു, കണ്ടില്ലേ ഇപ്പോഴത്തെ അവസ്ഥ. അങ്ങനെയല്ല. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ, നിയോഗത്തിൽ പ്രാർത്ഥിക്കുന്ന ഓരോ കുഞ്ഞുങ്ങളും നിങ്ങളുടെ ഭവനത്തിൽ അനുഗ്രഹമാകുന്നത് കണ്ട് അപ്പോൾ നിങ്ങൾക്ക് പറയാൻ കഴിയണം, ഞങ്ങൾ ഇതുപോലൊക്കെ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്, ഞങ്ങൾ ഇതുപോലൊക്കെ ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്, ഞങ്ങൾ ഇന്നതുപോലെ പ്രാർത്ഥിച്ചിട്ടാണ്. സമൂഹത്തിൽ വലിയ ഒരു ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഒരാളാണ് അദ്ദേഹം. വലിയൊരു ഓഫീസ്, ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തിൻ്റെ കൈകളിൽ ബൈബിൾ. ഞാൻ ഒരു കൂടിനകത്ത് പൊതിഞ്ഞാണ്. അദ്ദേഹം വലിയ ഒരു ഉദ്യോഗസ്ഥനാണ്, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഒരു വലിയ ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം പറയുവാണ്, അച്ചോ എൻ്റെ അമ്മ എന്നെ ഞങ്ങൾക്ക് വേണ്ടി ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുന്നതുകൊണ്ടാകട്ടോ ഞങ്ങൾ ഇന്നൊക്കെ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്, ഞങ്ങളുടെ അമ്മ ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു എന്ന്. നമുക്ക് ആ ക്രെഡിറ്റ് മുഴുവൻ പോയത് പ്രാർത്ഥനയുള്ള അമ്മയ്ക്കാണ്. അദ്ദേഹം പറയുക, ഒരു ബാങ്കിൻ്റെ മാനേജർ പറയുക, ഒരു വലിയ ലക്ഷങ്ങൾ സാലറി മേടിക്കുന്ന ഒരു ബാങ്കിൻ്റെ മാനേജർ പറയുക, നിങ്ങളെന്താ ഇങ്ങനെ ഇത്രയും വിശ്വാസത്തിലൊക്കെ അച്ഛാ പ്രാർത്ഥിക്കണമെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ചിന്തിക്കും, ഇത്രയും സാലറി മേടിക്കുന്ന ആൾക്ക് വേണ്ടി എന്താ പ്രാർത്ഥിക്കേണ്ടത്? അല്ല, എൻ്റെ ഫാദറും മദറും എപ്പോഴും ഞങ്ങൾക്ക് വേണ്ടി അതാ ഞങ്ങൾക്ക് ഇങ്ങനെ ജോലിയൊക്കെ കിട്ടാൻ കാരണം എന്ന് പറയുമ്പോൾ പ്രാർത്ഥനയുള്ള മാതാപിതാക്കളിലേക്ക് ആ ക്രെഡിറ്റ് അവർ കൊണ്ടുവരുന്നത്, ആ ക്രെഡിറ്റ് പോകുന്നത്. ഇവിടെ ഇരിക്കുന്ന പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളെ നാളുകളിൽ നിങ്ങളുടെ മക്കൾ പറയാം, എൻ്റെ അമ്മ എൻ്റെ അപ്പച്ചനൊക്കെ പ്രാർത്ഥിച്ചത് കൊണ്ട് ഞങ്ങൾ പണ്ട് ആ പള്ളിയിലൊക്കെ പോവായിരുന്നു എന്ന് പറയാൻ ഇടയാകത്തക്ക വിധം ഇവിടെ ഇരിക്കുന്ന അമ്മമാർ നാളുകളിൽ അനുഗ്രഹിക്കപ്പെടണം, ഇവിടെ ഇരിക്കുന്ന അപ്പച്ചന്മാർ നാളുകളിൽ അനുഗ്രഹിക്കപ്പെടണം. ഞങ്ങളത് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നാണ് പ്രസംഗിക്കുന്നത്. ഇത് ചുമ്മാ സമയം കളയാൻ വേണ്ടി പ്രസംഗിച്ചതല്ല. ഇത് യാഥാർത്ഥ്യമായ അനുഗ്രഹം എന്ന വാക്ക് ഒരു ഭംഗി വാക്കായിട്ട് അവസാനിക്കാനുള്ളതല്ല. അനുഗ്രഹം എന്ന വാക്ക് നിങ്ങളിൽ യാഥാർത്ഥ്യമാകണം. അനുഗ്രഹം എന്ന വാക്ക് നിങ്ങളിൽ യാഥാർത്ഥ്യമാകണം. ആരൊക്കെ ഒരു നിയോഗത്തിൽ പ്രാർത്ഥിച്ചോ അവരുടെ ജീവിതത്തിൽ അനുഗ്രഹം യാഥാർത്ഥ്യമായി മാറും. ഉയർത്തി ചേർന്നൊന്ന് പറഞ്ഞേ ഹാലേലൂയാ. ഞാനിങ്ങനെ ചിന്തിക്കുന്നു, നമ്മുടെ പ്രാർത്ഥനയെ ദൈവം മാനിക്കും എന്നതിൻ്റെ തെളിവുണ്ട്. നമ്മളെ മാനിക്കും. 6 പേര് പ്രാർത്ഥിച്ചൊരു സ്ഥലത്ത് കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുമ്പ് ഞാൻ ഒരാൾ 2 പേര് 3 പേര് നിന്ന് സംസാരിക്കുക. 3 പേര് അവരെന്നെ കണ്ടില്ല.
അവരെന്നെ കണ്ടിട്ടില്ല, ഞാൻ അവിടെ നിൽക്കുന്ന ഇവർ കണ്ടില്ലേ. ഇവരെന്തോ ഒരു കാര്യത്തിൽ ജോലി ചെയ്തുകൊണ്ട് സംസാരിക്കുമ്പോൾ അതിലൊരാൾ അയാളുടെ മകൻ്റെയോ മകളുടെയോ ഒരു വിഷമം അയാളുടെ കൂട്ടുകാരനോട് പറഞ്ഞപ്പോൾ ആ കൂട്ടുകാരൻ എല്ലാ ദിവസവും ഇവിടെ എല്ലാ വെള്ളിയാഴ്ചയും വരുന്ന ഒരാളൊന്നുമല്ല. അപ്പോൾ അദ്ദേഹം വളരെ സീരിയസ് ആയി അദ്ദേഹത്തോട് പറയുക, നീ എന്നാൽ നിൻ്റെ കൊച്ചിനെ ഒരു ദിവസം ഇവിടെ കൊണ്ടുവന്ന് ഒന്ന് പ്രാർത്ഥിക്കാൻ മേലായിരുന്നു. ഒരു വിഷമം കേൾക്കുമ്പം വേറൊരാൾ ആരും പറയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ തുടങ്ങി. ഈ ദേശത്തുള്ള ചിലർ പറയാൻ തുടങ്ങി, ഈ പരിസരത്തുള്ള ചിലർ പറയാൻ തുടങ്ങി, നീ ഇന്നതുപോലെ അവിടെ പോയി ഒന്ന് പ്രാർത്ഥിക്കാൻ മേലായിരുന്നോ, നീ അവിടെ പോയി ഒരു പ്രാർത്ഥനയ്ക്ക് ഒരു ഒന്ന് പങ്കെടുപ്പിക്കാൻ മേലായിരുന്നോ, നീ ആ നിയോഗം എഴുതി അവിടെ ഇടാൻ പാടില്ലായിരുന്നോ. ഞാൻ പറയിപ്പിച്ചതല്ല, അനുഭവം കൊണ്ട് ചിലർ ഈ ദേശത്ത് പറയാൻ തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു. അതുപോലും ഞാൻ കാണുന്നത് ദൈവ സാന്നിധ്യത്തിന്റെ അളവ് വർദ്ധിക്കാൻ തുടങ്ങി, ദൈവ പ്രവൃത്തി വർദ്ധിക്കാൻ തുടങ്ങി എന്നാണ്. ഒരു കരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി നിങ്ങളുടെ മനസ്സിൽ ആ നിയോഗത്തെ ഒന്ന് മനസ്സിൽ കാണാമോ? എന്ത് കാര്യമാണ്? നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചവരുടെ അവരുടെ മുഖം, അവരുടെ പേര്, അവരുടെ സ്വഭാവം ഒന്ന് മനസ്സിൽ കണ്ട് ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഒന്ന് ഏൽപ്പിച്ചുകൂടും. അബ്രഹാം ഒരു ബലിപീഠത്തിൻ്റെ മുകളിൽ വിറകടുക്കി വച്ചേച്ച് ഇസഹാക്കിനെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ആ ഇസഹാക്ക് പരാജയപ്പെട്ടു പോയി എന്നല്ല, ആ ഇസഹാക്ക് ദാരിദ്ര്യം അനുഭവിച്ചു എന്നല്ല, ആ ഇസഹാക്ക് പൊട്ടിപ്പൊളിഞ്ഞു പോയി എന്നല്ല, ആ ഇസഹാക്ക് അനുഗ്രഹിക്കപ്പെട്ടു എന്ന വേദപുസ്തകം പറയുന്നത്. ആ ഇസഹാക്ക് വർദ്ധിച്ചു എന്നാണ് പറയുന്നത്. ആ ഇസഹാക്ക് സമ്പന്നനായി എന്നാ ബൈബിൾ പറയുന്നത്. ആ ഇസഹാക്കിന്റെ ഉയർച്ച കണ്ട് പലർക്കും അസൂയ തോന്നി എന്നാ പറയുന്നത്. ഞാനും നിങ്ങളും പ്രാർത്ഥിക്കുന്നത് കല്ലിനോടോ മണ്ണിനോടോ തടിക്കഷ്ണത്തോടോ അല്ല, ഇന്നും ജീവിക്കുന്ന സർവശക്തനായ ദൈവത്തോടാണ്, സർവശക്തനായ ദൈവത്തോടാണ്. ശ്രദ്ധിച്ചോ, ഇന്ന് വിശുദ്ധ കുർബാന കഴിഞ്ഞ് പ്രിയപ്പെട്ട വൈദികർ എബിനച്ഛനും ബെന്നി അച്ഛനും അതേ ആ കുർബാനയുടെ വസ്ത്രം അതേ നിലയിൽ നിന്നുകൊണ്ട് തന്നെ ഓരോരുത്തരുടെ ശിരസിൽ കരങ്ങൾ വെച്ച് ആ നിയോഗത്തെ കുഞ്ഞുങ്ങളുടെ പേരുകൾ സ്വീകരിച്ചപ്പോൾ ദൈവ കരങ്ങളിൽ അവ എത്തിപ്പെട്ടു എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ദൈവ കരങ്ങളിൽ എത്തിപ്പെട്ടു എന്നാണ് വിശ്വസിക്കുന്നത്. ആളുകളിൽ അവർ രക്ഷപ്പെട്ടു എന്ന് ഞങ്ങൾക്ക് കേൾക്കാനിടയാകും. ആളുകളിൽ അവർ അനുഗ്രഹിക്കപ്പെട്ടു എന്ന് കേൾക്കാനിടയാകും. ആളുകളിൽ അവരുടെ ജീവിതത്തിൽ ചില നന്മകൾ കയറി വന്നു എന്ന് കേൾക്കാൻ ഞങ്ങൾക്ക് ഇടയാകണം. കരങ്ങൾ ഒന്ന് ഇരുന്നു കൊണ്ടൊന്ന് ഉയർത്തി സ്തുതിച്ചെന്ന് പ്രാർത്ഥിച്ചേ. വിശ്വാസത്തിൽ പ്രാർത്ഥിക്കുന്നു, ദൈവത്തിന്റെ അത്ഭുതങ്ങൾ നടക്കുവാൻ പ്രാർത്ഥിക്കുന്നു. എന്റെ ഹൃദയത്തെ തൊടുവാൻ, മുറിവിൽ തലോടുവാൻ യേശുവേ പോലാരെയും ഞാൻ കണ്ടതില്ല. ഇത്രയേറെ ആനന്ദം ജീവിതത്തിലേകുമെന്ന് യേശുവേ ഞാൻ ഒരിക്കലും നിനച്ചതില്ല. 10,000 അതിശ്രേഷ്ഠൻ എനിക്കേറ്റം പ്രിയമുള്ള നാഥൻ, എന്റെ ഹൃദയം കവർന്ന പ്രേമകാന്തൻ, സർവാംഗ സുന്ദരനേശു. ഹൃദയത്തെ തൊടുവാൻ, മുറിവിൽ തലോടുവാൻ യേശുവേ പോലാരെയും ഞാൻ കണ്ടതില്ല. ഇത്രയേറെ ആനന്ദം ജീവിതത്തിലേകുമെന്ന് യേശുവേ ഞാൻ ഒരിക്കലും നിനച്ചതില്ല. 10,000 അതിശ്രേഷ്ഠൻ എനിക്കേറ്റം പ്രിയമുള്ള നാഥൻ, എന്റെ ഹൃദയം കവർന്ന പ്രേമകാന്തൻ, സർവാംഗ സുന്ദരനേശു.
പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. 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 ഇന്നു മുതൽ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ നിയോഗം ഇവിടെ ഉണ്ടെന്ന് നിങ്ങളും വിശ്വസിച്ച് പ്രാർത്ഥിക്കണം. ഞാനിത് ഒത്തിരി കാര്യങ്ങളിൽ അനുഭവിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ ഒരു കുഞ്ഞു കാര്യമായതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഭർത്താവ് മദ്യപാനിയാണ്, വീട് പോലും വാടകയ്ക്കാണ്, സൗകര്യമുള്ളൊരു സ്ഥലം പോലും അല്ല. പക്ഷേ പ്രാർത്ഥനാ നിയോഗം അങ്ങ് കൊമ്പത്തെയാണ്. ജർമ്മനി പോകണം. അത് മേടിച്ച് വായിച്ച് നോക്കുമ്പോൾ നമുക്ക് ചിരി വരും. ഇവിടെയുള്ള വലിയോമാരുടെ മക്കൾ പോലും ഈ രാജ്യത്ത് പോകാൻ നോക്കിയിട്ട് നടക്കുന്നില്ല പലരും. പിന്നെയാണോ ഇവര്? ആളുകൾ ചിരിക്കില്ലേ? പക്ഷെ നിയോഗത്തിൽ പ്രാർത്ഥിച്ച ആ വ്യക്തി, നഴ്സിങ്ങിന് പോയ വ്യക്തി, ആ രാജ്യത്ത് പോയി ഇപ്പോൾ മെഡിസിനാണ് പഠിക്കുന്നത്. സ്കോളർഷിപ്പോടുകൂടെ. സ്വപ്നത്തിൽ പോലും ആരും വിചാരിച്ചില്ല. പിന്നെ ഞങ്ങൾ ഇതിനേക്കാൾ പൈസയുണ്ട് ഞങ്ങൾക്ക്, ഞങ്ങളുടെ ചിറ്റപ്പൻ്റെ മകൻ അവിടെയാ, ഇവരുടെ വീട്ടിലാണെങ്കിൽ ആരുമില്ല. ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ എൻ്റെ ജീവിതം വഴിമാറിയിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് നിസ്സാരമായൊരു പ്രാർത്ഥനയായി നിങ്ങൾ കാണല്ല. ഒരു കുഞ്ഞു കാര്യം കൊണ്ട് ബൈബിളിലെ വചനത്തിൽ നിന്ന് പറയാൻ ആഗ്രഹമുണ്ട്. പഴയ നിയമത്തിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ 37 അധ്യായം 29 മുതലുള്ള വാക്യമാണ്. ഒന്ന് ശ്രദ്ധിക്കാമോ? ഇതൊരു ഒരു മനുഷ്യന്റെ പ്രാർത്ഥനയാണ്. ഇത് ആരെ കുറിച്ചാണെന്നറിയാമോ? ജോസഫിനെ കുറിച്ചാണ്. ജോസഫിനെ സഹോദരന്മാരെല്ലാം കൂടെ എവിടെ കൊണ്ടുപോയിട്ടു? പൊട്ടക്കിണറ്റിൽ കൊണ്ടുപോയിട്ട്. ഇപ്പോൾ ആ വ്യക്തിയുടെ സിറ്റുവേഷൻ പൊട്ടക്കിണറ്റിലാണ്. ഇനി രക്ഷപ്പെടുമോ? എനിക്ക് തോന്നുന്നില്ല രക്ഷപ്പെടുമെന്ന്. എങ്ങനെ രക്ഷപ്പെടാനാ എന്നൊക്കെയാണ് നമ്മുടെ ബുദ്ധി പറയുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ ജോസഫിൻ്റെ വസ്ത്രം വലിച്ചു കീറി ആടിനെ കൊന്ന് ചോരെ മുക്കി ഉണക്കി, പാറയെ വെച്ച് ഉണക്കി സഹോദരന്മാർ അപ്പൻ്റെ അടുത്ത് കൊണ്ടുചെന്ന ഭാഗമുണ്ട്. അതാണ് 32-ാമത്തെ വാക്യം. 31-ാമത്തെ വാക്യം. അവരുടെ സഹോദരന്മാർ ജോസഫിന്റെ വസ്ത്രം ചോരയിൽ, ആടിന്റെ ചോരയെ മുക്കി ഉണക്കി അപ്പനെ കൊണ്ട് കാണിക്കുവാണ്. 31-ാമത്തെ വാക്യം. അവർ ഒരാടിനെ കൊന്ന് ജോസഫിന്റെ കുപ്പായമെടുത്ത് അതിന്റെ രക്തത്തിൽ മുക്കി. ആടിനെ കൊന്ന് ബക്കറ്റിനകത്ത് ചോര മുക്കി, ചോര നിറച്ച് വെച്ചേച്ച് ജോസഫിന്റെ വസ്ത്രം, ആ വലിച്ചു കീറിയെടുത്ത വസ്ത്രം ഈ ആടിന്റെ ചോരക്കകത്ത് മുക്കി ഇളക്കി, എന്നിട്ട് അപ്പുറത്തോട്ടിട്ട് ഉണക്കി, എന്നിട്ട് ഇവൻ മടക്കി കെട്ടി കൊണ്ടുവരുവാണ്. 32-ാമത്തെ വാക്യം. കൈനീളമുള്ള ആ നീണ്ട കുപ്പായം, കൈനീളമുള്ള ആ വലിയ കുപ്പായം, ആടിൻ ചോരയെ മുക്കി ഉണക്കിക്കൊണ്ടുവന്ന കുപ്പായം തങ്ങളുടെ പിതാവിന്റെ അടുക്കൽ കൊണ്ടുചെന്നിട്ട് അവർ പറഞ്ഞു, നിന്റെ മകനെ ഞങ്ങൾക്ക് കണ്ടുകിട്ടാൻ പറ്റിയില്ല, പക്ഷെ ഒരു വസ്ത്രം കിട്ടിയിട്ടുണ്ട്, നിന്റെ മോന്റെ ആണോ എന്നൊന്ന് നോക്കിക്കേ എന്ന് പറഞ്ഞു കൊടുക്കുവാണ് തന്ത്രപരമായിട്ട്. ഈ കുപ്പായം ഞങ്ങൾക്ക് കണ്ടുകിട്ടി, ഇത് അങ്ങയുടെ മകന്റേതാണോ അല്ലയോ എന്ന് നോക്കുക. കയ്യിലോട്ട് കൊടുത്തു, അപ്പൻ്റെ കയ്യിലോട്ട് കൊടുത്തു. ഇത് നിന്റെ മകൻ ജോസഫിന്റെ ആണോ നോക്കിക്കേ, ഞങ്ങൾക്ക് അവിടെ കിടന്ന് കിട്ടിയതാ. അവനെ ഏതോ കാട്, സിംഹമോ കരടിയോ ഏതാണ്ടോ പിടിച്ച് തിന്നു, വസ്ത്രം മാത്രമേ കിട്ടിയുള്ളൂ എന്ന് നോക്കാൻ പറഞ്ഞു. അവൻ അത് തിരിച്ചറിഞ്ഞു. അപ്പൻ അത് നോക്കിയിട്ട് പറഞ്ഞു, ഇതെന്റെ മകൻ ജോസഫിൻ്റെത് തന്നെയാണ് എന്ന് പറഞ്ഞു. അവൻ പറഞ്ഞു, ഇതെന്റെ മകന്റെ കുപ്പായമാണ്, ഇതെന്റെ മകന്റെ കുപ്പായമാണ്, എന്റെ മകന്റെ കുപ്പായമാണിത്. ഏതോ കാട്ടുമൃഗം അവനെ പിടിച്ചു തിന്നു. ജോസഫിനെ അത് കടിച്ച് കീറി കാണും. യാക്കോബ് തന്റെ വസ്ത്രം വലിച്ചു കീറി ചാക്കൊടുത്ത് വളരെ നാൾ തന്റെ മകനെ കുറിച്ച് വിലപിച്ചു. അവിടെ നിൽക്കട്ടെ, എന്താ അപ്പൻ ചെയ്തത്? ചാക്കൊടുത്ത് ഉപവാസത്തോടെ ആ വസ്ത്രത്തെ ചേർത്ത് പിടിച്ച് പ്രാർത്ഥിച്ചു. ഒന്നും കൂടെ വായിച്ചത്. തന്റെ മകന് വേണ്ടി വസ്ത്രം വലിച്ചു കീറി ചാക്കൊടുത്ത് വളരെ നേരം തന്റെ മകനെ കുറിച്ച് പ്രാർത്ഥിച്ചു. അവന്റെ പുത്രന്മാരും പുത്രിമാരും അവനെ ആശ്വസിപ്പിക്കാൻ നോക്കിയിട്ട് പോലും കഴിഞ്ഞില്ല. കരഞ്ഞുകൊണ്ട് തന്നെ പാതാളത്തിൽ എന്റെ മകന്റെ അടുത്തേക്ക് ഞാൻ പോകുമെന്ന് പറഞ്ഞ്. ഇനി ശ്രദ്ധിച്ചേ, ആരുടെ വസ്ത്രത്തെയാ ഇങ്ങനെ ചേർത്ത് പിടിച്ച് കരഞ്ഞത്? ജോസഫൻ. ഈ മകൻ തകർന്നു പോയോ ഇല്ലയോ? ഏതൊരപ്പനാണോ തൻ്റെ മകൻ്റെ ആ കുപ്പായം ചേർത്ത് പിടിച്ചിങ്ങനെ എൻ്റെ മകനെ ഓർത്ത് കരഞ്ഞത്? തൊട്ടടുത്ത അധ്യായത്തിൽ 41-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്. ജോസഫ് ഈജിപ്തിൻ്റെ ഭരണാധികാരിയായി വലിയൊരു കസേരയിൽ ഇരിക്കാൻ തുടങ്ങി. ഉന്നതമായ ഒരു സ്ഥാനത്ത് ആ മകൻ എത്തി.
ഒരു കടുവയും ഒരു സിംഹവും വലിച്ചു കീറി കളഞ്ഞില്ല. പ്രാർത്ഥനയുള്ള നിങ്ങളുടെ മക്കളെ ഒന്നും വലിച്ചു കീറി കളയത്തില്ല. ഒരു മദ്യമോ മയക്കുമരുന്നോ ലഹരിയോ കൂട്ടുകെട്ടോ തെറ്റായ ബന്ധമോ ഒന്നും നിനക്ക് ഇങ്ങനെയൊക്കെ ഈ വസ്ത്രം ചേർത്ത് പിടിച്ചതുപോലെ നിന്റെ മകനെ മകളെ ചേർത്ത് പിടിച്ച് നിനക്ക് പ്രാർത്ഥിക്കാൻ കഴിയുമോ? ഒന്നും അവരുടെ ഭാവിയെ വലിച്ചു കീറി കളയത്തില്ല. നാളുകളിൽ 5 വർഷം കഴിഞ്ഞായിരിക്കും, 3 വർഷം കഴിഞ്ഞായിരിക്കും, 10 വർഷം കഴിഞ്ഞായിരിക്കും ഇതുപോലൊരു ഉന്നത സ്ഥാനത്ത് നിങ്ങളുടെ മക്കൾ എത്തിയിരിക്കും. അത് ദൈവനാമത്തിന്റെ ഉറപ്പാണ്. പറഞ്ഞ് ഹല്ലേലൂയ, ചേർന്ന് പറഞ്ഞ് ഹല്ലേലൂയ. അതേ നിയോഗത്തിലാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. കർത്താവേ, ഈ അനുഗ്രഹ എന്ന സ്ഥലത്ത് വന്നേച്ച് നിയോഗം, ഈ പാത്രത്തിൽ നിയോഗം വച്ചിരിക്കുന്ന ഓരോ നിയോഗത്തിൽ നിൽക്കുന്ന ഓരോ കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിച്ച് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കാൻ പോവാണ് നമ്മൾ. അവർ നാളുകളിൽ രക്ഷപ്പെട്ടിരിക്കും. അവർ നാളുകളിൽ ഉയർന്ന പദവി, അവർക്കൊരു നല്ല ജീവിതം ഉണ്ടായിരിക്കും, അവർക്കൊരു നല്ല ഭാവി ഉണ്ടായിരിക്കും. 1 രാജാക്കന്മാരുടെ പുസ്തകത്തിൽ ഒരു ദിവസം ഏലിയായോടൊരു സ്ത്രീ പറഞ്ഞു, എൻ്റെ മകൻ മരിച്ചുപോയി. ഗ്രഹനായിക വന്ന് പറഞ്ഞ്, എൻ്റെ മകൻ മരിച്ചു. ഉടനെ പ്രവാചകൻ എന്തു ചെയ്തെന്നറിയാമോ? ആ മകനെ എടുത്തോണ്ട് ആ അമ്മയുടെ മടിയിൽ നിന്നെടുത്ത് ഏലിയ താൻ പാർക്കുന്ന മുകളിലത്തെ മുറിയിൽ കൊണ്ടുപോയി ഒരു കട്ടിലേക്ക് കിടത്തി. അനന്തരം അവൻ അവിടെ നിന്ന് ഉച്ചത്തിൽ പ്രാർത്ഥിച്ചു. ഒരു കട്ടിലേക്ക് കിടത്തി. ആ പ്രാർത്ഥിച്ച വിഷയത്തിന് 1% പോലും സാധ്യതയില്ലാത്തതായിരുന്നു. ആ കുഞ്ഞ് മരിച്ചു പോയതായിരുന്നു. പക്ഷെ ഒരു നിയോഗത്തിൽ ഏലിയ കട്ടിലിൽ കിടത്തി പ്രാർത്ഥിച്ചപ്പോൾ എന്തു സംഭവിച്ചു എന്ന് എഴുതിയിട്ടുണ്ട്. പ്രവാചകൻ പ്രാർത്ഥനയോടെ ആ കുഞ്ഞിന്റെ മേൽ 3 പ്രാവശ്യം കിടന്നു. 3 പ്രാവശ്യം ബാലന്റെ മേൽ 3 പ്രാവശ്യം കിടന്ന് കർത്താവിനോട് അപേക്ഷിച്ചു, കർത്താവേ, ഈ കുഞ്ഞിന്റെ ജീവൻ തിരിച്ചു കൊടുക്കണമേ. അതായി നിയോഗത്തിൽ പ്രാർത്ഥിക്കുന്നത്. 1% പോലും സാധ്യതയില്ലാത്ത ആ വിഷയത്തിനകത്ത് എന്തു വലിയ അത്ഭുതമാണ് നടന്നെന്നറിയാമോ? ഇവിടെ പേരെഴുതിയിട്ടിരിക്കുന്ന കുഞ്ഞിനെ നോക്കുമ്പോൾ അമ്മ പറയും, ഒരു പ്രതീക്ഷയ്ക്കൊന്നും എനിക്കൊന്നും തോന്നുന്നില്ല. എങ്ങനെ ശരിയാകൂന്ന ഈ പറയുന്നത്? ഞങ്ങൾ പറഞ്ഞാലൊന്നും കേൾക്കുന്നില്ല. ഞങ്ങളുടെ കയ്യിൽ നിന്നൊക്കെ പോയി, ഇപ്പൊ വിളിക്കുന്നില്ല, പറയുന്നില്ല. വിശ്വാസമില്ല, നിരീശ്വരവാദമാണ് പറയുന്നത്, വിശ്വാസത്തിനെതിരാ പറയുന്നത്. ദൈവത്തിന് അസാധ്യമായ ഒന്നുമില്ല. ദൈവത്തിന് അസാധ്യമായ ഒന്നുമില്ല. നമ്മുടെ കണ്ണുകൾ അടച്ച കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് ജോണിന് അറിയാമോ ഈ പാട്ട്? വരുന്നു നാഥ നിൻ സന്നിധിയിൽ പൂർണ്ണ ഹൃദയത്തോടെ എന്നറിയാമോ ആ പാട്ട്? യേശു വലിയവൻ എന്നുള്ള ആ പാട്ടിനകത്തുള്ളതാ. യേശു വലിയവൻ, വലിയ കാര്യങ്ങൾ ചെയ്യുന്ന ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? 1 സെക്കൻഡ് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? ഉള്ളിൽ നിന്ന് എല്ലാവരും പ്രാർത്ഥിച്ചേ. കർത്താവേ, അനുഗ്രഹ എന്ന പുണ്യഭൂമിയിൽ ആരുടെ നിയോഗമുണ്ടോ, ഏതൊക്കെ കുഞ്ഞുങ്ങളുടെ ജീവിതമുണ്ടോ, പേരുണ്ടോ, അവരെ അങ്ങ് പേര് വിളിച്ച് അവരെ അനുഗ്രഹിക്കണമേ. പേര് വിളിച്ച് അനുഗ്രഹിക്കണമേ. യേശു വലിയവൻ, അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ, അങ്ങേ പോലെ ആരുമില്ല, അങ്ങേ പോലെ ആരുമില്ല. യേശു വലിയവൻ, അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ, അങ്ങേ പോലെ ആരുമില്ല, അങ്ങേ പോലെ ആരുമില്ല. വരുന്നു നാഥ നിൻ സന്നിധിയിൽ പൂർണ്ണ ഹൃദയത്തോടെ ഇനി അങ്ങേ ആരാധിക്കും. വരുന്നു നാഥ നിൻ സന്നിധിയിൽ പൂർണ്ണ ഹൃദയത്തോടെ ഇനി അങ്ങേ ആരാധിക്കും. യേശു വലിയവൻ, അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ, അങ്ങേ പോലെ ആരുമില്ല, അങ്ങേ പോലെ ആരുമില്ല. യേശു വലിയവൻ, അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ, അങ്ങേ പോലെ ആരുമില്ല, അങ്ങേ പോലെ ആരുമില്ല. യേശു വലിയവൻ,
ആരെയൊക്കെയാണോ ഓർത്ത് പ്രാർത്ഥിച്ചത് അവരുടെ എല്ലാം ജീവിതത്തിൽ ചില അത്ഭുതങ്ങൾ ഇന്ന് നടക്കണം. ചില അടയാളങ്ങൾ ഇന്ന് സംഭവിക്കണം. ചില ദൈവ പ്രവർത്തികൾ ഇവിടെ സംഭവിക്കട്ടെ. ഈശോയുടെ നാമത്തിൽ ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നമ്മളിപ്പോൾ ഒരു കാര്യം പ്രാർത്ഥനയിൽ ചെയ്യുകയാണ്. നമ്മൾ ഇന്ന് ദിവസം മുതൽ നിങ്ങൾ ഈ അൽത്താരയുടെ ഫ്രണ്ട് ഭാഗത്ത് ഇന്നു മുതൽ 2025 മാർച്ച് മാസം വരെ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അതിനാധാരമായി എടുത്തൊരു ദൈവവചനമാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 58-ാം അധ്യായം 14-ാമത്തെ വാക്യം. അപ്പോൾ നീ കർത്താവിൽ ആനന്ദം കണ്ടെത്തും, ലോകത്തിലെ ഉന്നത സ്ഥാനങ്ങളിലൂടെ നിന്നെ ഞാൻ സവാരി ചെയ്യിപ്പിക്കും എന്ന് പറഞ്ഞേ. ഹല്ലേലൂയ. നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് എന്തിനാണ്? അത് തുടർന്നുള്ള വചനപ്രഘോഷണ സമയത്ത് നിങ്ങളെ അറിയിക്കാം. ഇപ്പോൾ നിങ്ങൾ ആ നിയോഗം, എല്ലാ നിയോഗവുമല്ല, നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായി നിയോഗം കൊണ്ടുവന്നിട്ടുള്ളവർ ഒന്ന് യഥാസ്ഥാനങ്ങളിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? ഒറ്റമുക്കാൽ ആൾക്കാരുണ്ട്. അത്രയും ഭാഗത്തുള്ള ആളുകൾ മുന്നോട്ട് വരുമ്പോൾ വിശുദ്ധ കുർബാന അർപ്പിച്ച എബിനച്ഛനും ബെന്നി അച്ഛനും ആ നിയോഗം മേടിച്ച് ഈ അൽത്താരയിൽ സമർപ്പിച്ചു കൊണ്ടിരിക്കും. കർത്താവ് ഇന്ന് നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുവാണ്. കർത്താവ് ഓരോ കുഞ്ഞുങ്ങളെയും ഓരോ പിതാക്കളെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് എല്ലാവരും ഞങ്ങളൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ, ഞങ്ങളൊന്ന് ചേർന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ സമയത്ത് വർഷിപ്പും ആരാധനയും നടക്കുകയാണ്. ദൈവത്തിന്റെ കരങ്ങളിൽ ഓരോ കുഞ്ഞുങ്ങളെയും ഏൽപ്പിച്ചു തന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ദേശത്തിന്, നിങ്ങളുടെ കുടുംബത്തിന് അനുഗ്രഹമായിട്ട് വരണം, അനുഗ്രഹമായിട്ട് വരണം. അതൊരു നിയോഗത്തോടെ അയൽത്താരെ സമർപ്പിക്കുന്നത്. പ്രാർത്ഥനയോടെ നിങ്ങളുടെ പേരുകൾ, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ പേരുകൾ, നിങ്ങളുടെ കരങ്ങളിൽ ആരെങ്കിലും പേരുകൾ തന്നു വിട്ടിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഈ അൽത്താരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. വിശുദ്ധ ഗ്രന്ഥം പറയുന്നു, അപ്പോൾ നീ കർത്താവിൽ ആനന്ദം കണ്ടെത്തും. അപ്പോൾ നീ കർത്താവിൽ ആനന്ദം കണ്ടെത്തും. ഉന്നതത്തിലൂടെ അവരെ ഞാൻ കൊണ്ടുപോകും, അവരെ നയിക്കും, അവരെ വിജയിപ്പിക്കും. അതാ വാക്കിന്റെ അർത്ഥം. കർത്താവ് എഴുത്തിലൂടെയും മറ്റും വാട്സപ്പിലൂടെയൊക്കെ ചില ആളുകളുടെ പേരുകൾ അയച്ചു തന്നിട്ടുണ്ട്. അവയെല്ലാം ഈ പാത്രത്തിൽ സമർപ്പിക്കുകയാണ്. എല്ലാവരും ഒന്ന് കരങ്ങളെ ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഓരോ വ്യക്തികളെയും ഓരോ കുടുംബങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, നന്ദി പറയുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. അപ്പച്ചന്മാർക്ക് വേണ്ടി, പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഓരോ കുഞ്ഞുങ്ങളെയും അവരെ അൽത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ അത്ഭുതങ്ങൾ അവരുടെ കുടുംബത്തിൽ സംഭവിക്കുവാൻ, അവരുടെ തലമുറയിൽ സംഭവിക്കുവാൻ. ഒരാൾ പോലും വഴിതെറ്റി പോകരുത്, ഒരു കുഞ്ഞു പോലും തെറ്റായ വഴിയിൽ പോകരുത്. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നിങ്ങൾക്ക് അനുഗ്രഹമാകണം. അവർ ഉന്നതമായ ഒരു സ്ഥാനത്ത് എത്തണം. അവർ ഉന്നതമായ ഒരു സ്ഥാനം കരസ്ഥമാക്കണം. അവരുടെ ഭാവി അനുഗ്രഹമാകണം. അവരുടെ ജീവിതം അനുഗ്രഹമാകണം. നിങ്ങളുടെ കുടുംബത്തിന്റെ പ്രയാസങ്ങളൊക്കെ മാറുന്ന തരത്തിൽ ആ കുഞ്ഞുങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട തലമുറകൾക്കായി നിയോഗം സമർപ്പിച്ചിരിക്കുന്ന ഓരോ പേരുകളെയും ഓരോ കുഞ്ഞുങ്ങളെയും അവർക്ക് കേവലം ഒരു വിജയം കിട്ടണമെന്ന് മാത്രമല്ല, അവർ ദൈവാനുഗ്രഹമുള്ളവരാകണം. യേശുവിനെ പോലെ പ്രായത്തിലും ജ്ഞാനത്തിലും വളർന്നു വരുന്നവരാകണം. അവർ അനുഗ്രഹമുള്ള ഒരു കുടുംബത്തിലാകണം. അവർക്ക് ദീർഘായുസ്സും ആരോഗ്യവും ഉണ്ടാകണം. അവർ നല്ലൊരു പദവിയിൽ എത്തണം. അതിനുവേണ്ടി വിശ്വസിക്കുന്നു, അതിനുവേണ്ടി ദൈവത്തിൽ ആശ്രയിക്കുന്നു. ആ പേരുകളെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു തന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ജീസസ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്നു. കർത്താവേ, പ്രിയപ്പെട്ട ബെന്നി അച്ഛനെയും എബിനച്ഛനെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ കരങ്ങളെ ദൈവ കരങ്ങളാക്കി മാറ്റണമേ. അവർ ആരുടെയൊക്കെ നിയോഗങ്ങളെ സ്വീകരിക്കുന്നുവോ ആ കുടുംബം ഇന്നു മുതൽ അനുഗ്രഹിക്കപ്പെടട്ടെ. ആ കുടുംബം ഇന്നു മുതൽ അനുഗ്രഹിക്കപ്പെടട്ടെ. ആ വൈദികരുടെ കരങ്ങൾ ദൈവ കരങ്ങളായി മാറട്ടെ. അവരുടെ കുടുംബത്തിനൊരു പുതിയ വഴിത്തിരിവുകൾ ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിവിധ രാജ്യങ്ങളിൽ പോകുവാൻ, വിവിധ ദേശങ്ങളിൽ പോകുവാൻ, ഒക്കെ പഠിക്കുവാനായി, ജോലിക്ക് പോകുവാൻ, ഭാഷ പഠിക്കുന്നവർ, വിവിധ സ്വപ്നങ്ങളോടെ പ്രാർത്ഥിക്കുന്നവർ സകലർക്കും പുതിയ വഴികൾ ദൈവം തുറന്നു കൊടുക്കട്ടെ. പുതിയ വഴികൾ ദൈവം തുറന്നു കൊടുക്കട്ടെ. പുതിയ വഴികൾ ദൈവം തുറന്നു കൊടുക്കട്ടെ. വിശ്വസിക്കുന്നു. ജീസസ്, എന്റെ
ആകാശത്തിൻ കിളിവാതിൽ തുറന്ന് എല്ലാം സമൃദ്ധിയായി നൽകിയിടുന്ന എന്റെ യേശു എത്ര നല്ലവൻ. എല്ലാം സമൃദ്ധിയായി നൽകിയിടുന്ന എന്റെ യേശു എത്ര നല്ലവൻ. കർത്താവേ, ഇവിടെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഓരോ അപ്പച്ചന്മാരെ ഞങ്ങൾ ഓർക്കുന്നു, ഓരോ അമ്മമാരെയും ഞങ്ങൾ ഓർക്കുന്നു. കർത്താവ്, ഒത്തിരി വേദനയോടെ ഇവിടെ പ്രാർത്ഥന സമർപ്പിക്കുന്നവരുണ്ട്. എൻ്റെ മകൻ, എൻ്റെ മകൾ അനുഗ്രഹിക്കപ്പെടണം എന്ന് ഹൃദയത്തിനകത്തുള്ള ബോധ്യത്തോടെ പ്രാർത്ഥിക്കുന്നവരുണ്ട്. എൻ്റെ മകൻ രക്ഷപ്പെടണം, അവൻ തെറ്റായ ഒരു ബന്ധത്തിൽ പോകരുത്, അവൻ്റെ സ്വഭാവം അനുഗ്രഹമാകണം എന്നൊക്കെ പ്രാർത്ഥിക്കുന്നവരുണ്ട്. അവരെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ അനുഗ്രഹത്തിൻ്റെ ആലയത്തിൽ നിന്നുകൊണ്ട് ആരുടെയൊക്കെ നിയോഗങ്ങൾക്ക് വേണ്ടി ഇന്നു മുതൽ പ്രാർത്ഥിക്കുന്നുവോ അവർക്കൊക്കെ ഒരു സാക്ഷ്യം പറയുവാൻ, അവർക്കൊക്കെ ഒരു സാക്ഷ്യം പറയുവാൻ ഇടയാകത്തക്ക വിധം ഈ ജനത്തെ അനുഗ്രഹിക്കണമേ, ഈ ദേശത്തെ അനുഗ്രഹിക്കണമേ, ഈ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങൾ വിശ്വസിക്കുന്നു ജീസസ്. നന്മയല്ലാതൊന്നും ചെയ്തിട്ടില്ലല്ലോ, നന്മ മാത്രമേ ഇനി ചെയ്യുകയുള്ളല്ലോ. നന്മയല്ലാതൊന്നും ചെയ്തിട്ടില്ലല്ലോ, നന്മ മാത്രമേ ഇനി ചെയ്യുകയുള്ളല്ലോ. തിന്മയ്ക്കായൊന്നും ഭവിച്ചില്ലല്ലോ, നന്മയ്ക്കായി മാത്രം ഭരിച്ചല്ലോ. തിന്മയ്ക്കായൊന്നും ഭവിച്ചില്ലല്ലോ, നന്മയ്ക്കായി കൂടി വ്യാപരിച്ചല്ലോ. അതുകൊണ്ട് ചേർന്ന് പാടുന്നു. ഉന്നതൻ നീ, അത്യുന്നതൻ നീ, അങ്ങേ പോലൊരു ദൈവമില്ല. ഉന്നതൻ നീ, അത്യുന്നതൻ നീ, അങ്ങേ പോലൊരു ദൈവമില്ല. അത്ഭുതവാൻ, അതിശയവാൻ, നീ മാത്രമെൻ ദൈവമെന്നും. അത്ഭുതവാൻ, അതിശയവാൻ, നീ മാത്രമെൻ ദൈവമെന്നും. ചേർന്ന് വിശ്വസിച്ച് പറയാമോ? ഉന്നതൻ നീ, അത്യുന്നതൻ നീ, അങ്ങേ പോലൊരു ദൈവമില്ല. പറയാമോ? ഉന്നതൻ നീ, അത്യുന്നതൻ നീ, അങ്ങേ പോലൊരു ദൈവമില്ല. അത്ഭുതവാൻ, അതിശയവാൻ, നീ മാത്രമെൻ ദൈവമെന്നും. അത്ഭുതവാൻ, അതിശയവാൻ, നീ മാത്രമെൻ ദൈവമെന്നും. കർത്താവേ, ഇപ്പോൾ ഈ ആലയത്തിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാവരും ഞങ്ങൾ ഓർക്കുന്നു. പ്രത്യേകിച്ച് ഈ ഡിസംബർ മാസം, ഈ ദിവസം മുതൽ 2025 മാർച്ച് മാസം വരെ പ്രത്യേകിച്ച് പരീക്ഷയ്ക്കായി ഒരുങ്ങുന്നവരെയും SLC +1 +2 പഠിക്കുന്ന കുഞ്ഞുങ്ങളെല്ലാം ഞങ്ങൾ ഓർക്കുകയാണ്. ഒരുപക്ഷെ മാതാപിതാക്കളായിരിക്കും അവരുടെ പേരുകൾ സമർപ്പിക്കുന്നത്, അവരെ ഏൽപ്പിച്ചു തരുന്നത്. ഇങ്ങനെ പ്രാർത്ഥിക്കാൻ ഒരു കാരണമുണ്ട്. ഒരിക്കൽ ഒരു അമ്മയും ഒരു അപ്പനും, ഒരു പിതാവും ഒരു മാതാവും തൻ്റെ മകനെ പ്രാർത്ഥിക്കാനായി കൊണ്ടുവന്നു.
കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ്, കുറച്ച് മാസങ്ങളല്ല കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ്. അങ്ങനെ പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ പറഞ്ഞു, ഞങ്ങൾക്ക് ഈ നാട്ടിൽ സമാധാനത്തോടെ ജീവിക്കാൻ കഴിയില്ല. എൻ്റെ മകൻ ഭയങ്കര ഉഴപ്പാണ്, അവൻ ഇന്നതുപോലെ കള്ളത്തരം കാണിച്ചു, ആളുകൾ ചിലത് ചോദ്യം ചെയ്തു, ചിലർ പോലീസിൽ ഏൽപ്പിക്കാൻ ശ്രമിച്ചു, ഒത്തിരി പ്രശ്നങ്ങൾ. അവനൊരു ഹോട്ടലിൽ ചായ കുടിക്കാൻ കയറി, അവനും അവൻ്റെ കൂട്ടുകാരനും കയറി. അതിനുശേഷം ആ പെട്ടിക്കകത്തുള്ള പൈസ എടുത്തുകൊണ്ട് ഓടി, ചിലർ ഓടിച്ചിട്ട് പിടിച്ചു. ഞങ്ങൾ ഇനി എന്തിനു ജീവിക്കണം, ഞങ്ങളുടെ മകൻ ഇങ്ങനെയാണ്. അങ്ങനെ ആ മകന് വേണ്ടി നിയോഗത്തിൽ പ്രാർത്ഥിച്ചു. ആ നിയോഗത്തിൽ പ്രാർത്ഥിച്ചു. ഒട്ടും വിശ്വാസമില്ലാതിരുന്ന സമയം, പ്രാർത്ഥന ഇല്ലാതിരുന്ന സമയം ആ മകന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ആ മകനെ ദൈവം കടലുകൾ കടന്നൊരു യൂറോപ്യൻ രാജ്യത്ത് എത്തിച്ചു. ഇന്ന് ആ കുടുംബത്തിന്റെ അനുഗ്രഹമാണ് ആ മകൻ. ആ കുടുംബം ഇന്ന് ആ മകനെ ഓർത്ത് സന്തോഷിക്കുന്നു. ചില സമയങ്ങളിലെങ്കിലും ആ മാതാപിതാക്കൾ കാണുന്നുണ്ട്, ആ മകന് വേണ്ടി പ്രാർത്ഥിച്ചത് കൊണ്ടാണ് ഞങ്ങൾക്ക് ആ അനുഗ്രഹം ഉണ്ടായത്, അല്ലെങ്കിൽ ഇവൻ വഴിതെറ്റിപ്പോയനെ. പ്രിയരെ, ഒരു നിയോഗത്തോടെ അൾത്താരയിൽ പ്രാർത്ഥിക്കുന്ന ഒരു കാര്യവും ദൈവം നിഷേധിക്കുകയില്ല. ഒരു ദിവസമല്ല പ്രാർത്ഥിക്കുന്നത്, ഇനി അടുത്ത ആഴ്ചകളിലും നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിച്ചു കൊള്ളാം. നിങ്ങളുടെ പരിചയത്തിലുള്ളവരോട് പറയുക, നിങ്ങളുടെ കുടുംബക്കാരോട് പറയുക. ഈ അനുഗ്രഹയിലെ പുണ്യഭൂമിയിൽ ഇവിടെ നിന്ന് ഉയരുന്ന പ്രാർത്ഥനകളും ഇവിടെ നിന്ന് ഉയരുന്ന ആരാധനയും ഇവിടെ അർപ്പിക്കുന്ന വിശുദ്ധ കുർബാനയോട് ചേർത്ത് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ, നിങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതം നടക്കുകയില്ലെന്ന് ആരാ പറഞ്ഞത്? അടയാളം സംഭവിക്കുകയില്ലെന്ന് ആരാ പറഞ്ഞത്? ദൈവത്തിന്റെ അത്ഭുതങ്ങൾ നടക്കാതിരിക്കുകയില്ല. ഞാൻ വിശ്വസിക്കുന്നു. ഈ വിശുദ്ധ കുർബാന അർപ്പിച്ച പ്രിയപ്പെട്ട എബിനച്ചനും പ്രിയപ്പെട്ട ബെന്നിയച്ചനും ആ കുർബാന കുപ്പായത്തോടുകൂടെ തന്നെ നിങ്ങളുടെ കരങ്ങളിലെ ആ സങ്കടത്തോടെ പ്രതീക്ഷയോടെ എഴുതിയ നിയോഗം സ്വീകരിക്കുമ്പോൾ അത് ദൈവകരങ്ങളിൽ കൊടുത്തതുപോലെയാണ്. ദൈവം അത് ഏറ്റെടുത്തിരിക്കുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവം അത് ഏറ്റെടുത്തിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ആ കരങ്ങളെ ഒന്ന് ഉയർത്തി എല്ലാവരും ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാമോ? ഹല്ലേലൂയ. വിവിധ പ്രാർത്ഥനകളെ സമർപ്പിച്ചവർ, നിയോഗങ്ങളെ സമർപ്പിച്ചവർ, സങ്കടത്തോടെ പ്രാർത്ഥിക്കുന്നവർ, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നവർ, പ്രതീക്ഷയോടെ പ്രാർത്ഥിക്കുന്നവരെ, ഈ കുഞ്ഞുങ്ങളെ നിയോഗങ്ങളെ അങ്ങ് സ്വീകരിക്കണമേ, സ്വീകരിക്കണമേ. ജീസസ്. പ്രാർത്ഥിക്കുന്നു. കരങ്ങളടിച്ച് ഒരുമിച്ച് പ്രാർത്ഥിച്ച് ആരാധിക്കാൻ പോവുകയാണ്. പാട്ടുകാരനായ ജോണിനോട് ചേർന്ന്, പാട്ടുപാടുന്ന ജോണിനോട് ചേർന്ന് ഒരുമിച്ച് നമുക്ക് ആരാധിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കാം. ഓരോരുത്തരെ ദൈവം സൂക്ഷിക്കട്ടെ, ഓരോരുത്തരെ ദൈവം അനുഗ്രഹിക്കട്ടെ. ജീസസ്. അങ്ങയുടെ അനുഗ്രഹം ഈ ജനത്തിനുണ്ടാകുന്നതിനെ ഓർത്ത്, ഈ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത്, അവരുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, നിങ്ങളുടെ ആവശ്യങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. ഉയർന്നില്ലെന്ന്
ഹൃദയത്തോടെ നല്ല കർത്താവിനെ ആരാധിക്കാം. കഴിഞ്ഞ നാളുകളിൽ ദൈവം നടത്തിയ വഴികളെയൊക്കെ ഒന്ന് ഓർത്ത്, ദൈവം കരുതിയ വിധങ്ങളെയൊക്കെ ഒന്ന് ഓർത്ത്, നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവം അനുഗ്രഹിച്ചതിനെയൊക്കെ ഒന്ന് ഓർത്ത്, ഹല്ലേലൂയ. പലതരത്തിലുള്ള പ്രതിസന്ധികളും പ്രതികൂലങ്ങളും ഒക്കെ ഉണ്ടായപ്പോൾ ദൈവം നമ്മളെ വഴി നടത്തിയ വിധങ്ങളെയൊക്കെ ഒന്ന് ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഉയർക്കില്ലെന്ന് ശത്രുഗണം ബാധിച്ചപ്പോൾ, തകർക്കുമെന്ന് ഭീതി മുഴക്കിയപ്പോൾ ദൈവത്തിന്റെ വലിയ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ ആമേൻ ആമേൻ പ്രവർത്തിച്ചതിനെ ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ അതല്ല കർത്താവിനെ. സാധ്യതകളോ അസ്തമിച്ചു പോയിടുമ്പോ, സോദരങ്ങളോ അകന്നങ്ങു മാറിയപ്പോ, സാധ്യതകളോ അസ്തമിച്ചു പോയിടുമ്പോ, സോദരങ്ങളോ അകന്നങ്ങു മാറിയപ്പോ, സ്നേഹം തന്നു വീണ്ടെടുത്ത യേശുനാഥൻ സകലത്തിലും ജയം തന്നുവല്ലോ. സ്നേഹം തന്നു വീണ്ടെടുത്ത യേശുനാഥൻ സകലത്തിലും ജയം തന്നുവല്ലോ. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് ശക്തിയോടെ കരങ്ങളെ അടിച്ച് ആത്മാവിൽ ആരാധിക്കട്ടെ. ദൈവത്തിന്റെ സാന്നിധ്യം ചലിക്കട്ടെ. ദൈവ സാന്നിധ്യം നിറയുന്നു. ശക്തിയോടെ കരങ്ങളെ അടിച്ച് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഇത്രത്തോളം നമ്മളെ നടത്തിയ ഒരു ദൈവമുണ്ട്. ഇത്രത്തോളം നമ്മളെ കരുതിയ ദൈവമുണ്ട്. ഹല്ലേലൂയ. അവന്റെ സാന്നിധ്യം ഇന്നും ചലിക്കുന്നു. ഹല്ലേലൂയ. ശക്തിയോടെ ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം. ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം. ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ. ഇനിയും നടത്തണേ തിരുഹിതമോ. ഇനിയും കൃപ തോന്നി കരുതിടണേ. ഇനിയും നടത്തണേ തിരുഹിതമോ. വിശ്വസിക്കുന്നു കർത്താവേ, വിശ്വസിക്കുന്നു. ഓരോ വ്യക്തികളെയും അവരുടെ നിയോഗങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. അവരുടെ സാന്നിധ്യം കൊണ്ട് ഇവരെ നിറയ്ക്കണമേ. അവരുടെ സാന്നിധ്യം കൊണ്ട് ഇവരെ നിറയ്ക്കണമേ. ഈ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഈ കുടുംബം അനുഗ്രഹിക്കപ്പെടട്ടെ. ദൈവവചനത്താൽ ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ. ദൈവത്തിന്റെ ശക്തിയിൽ ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ. ദൈവത്തിന്റെ സ്നേഹത്തിൽ ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ. നാളുകളിൽ നിങ്ങളുടെ ഒരു സാക്ഷ്യം ഇവിടെ ഉണ്ടാകട്ടെ. നാളുകളിൽ നിങ്ങളുടെ ഒരു സാക്ഷ്യം ഇവിടെ ഉണ്ടാകട്ടെ. കർത്താവേ, അവർ പഠനത്തിൽ അനുഗ്രഹമുള്ളവരാകട്ടെ. സ്വഭാവത്തിൽ അനുഗ്രഹമുള്ളവരാകട്ടെ. കുടുംബ ജീവിതത്തിൽ അവർ അനുഗ്രഹമുള്ളവരാകട്ടെ. ഈ ദേശത്ത് നിങ്ങളുടെ കുടുംബം ഉയർന്നു നിൽക്കാൻ ഇടവരട്ടെ. ഈ ദേശത്ത് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ദൈവാനുഗ്രഹത്തിൽ ഉയർന്നു നിൽക്കുന്നത് കാണാൻ ഇടവരട്ടെ. നിങ്ങൾക്ക് ചില ദൈവിക വരങ്ങൾ ലഭിക്കട്ടെ. ദൈവത്തിന്റെ സ്നേഹം നിങ്ങളിൽ നിറയട്ടെ. ചേർന്ന് കരമടിച്ചു പാടാമോ? ഉയർക്കില്ലെന്ന് ശത്രുഗണം ബാധിക്കുമ്പോ, തകർക്കുമെന്ന് ഭീതിയും മുഴക്കിടുമ്പോ, ഉയർക്കില്ലെന്ന് ശത്രുഗണം ബാധിക്കുമ്പോ, തകർക്കുമെന്ന് ഭീതിയും മുഴക്കിടുമ്പോ,